എൻ്റെ പേര് ഗംഗാധരൻ, അധ്യാപകനാണ്, തിരൂരാണ് വീട്. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന വ്യക്തിജീവിതവും സാമൂഹ്യക്രമവും ഭരണ സംവിധാനവും ഇസ്ലാമും പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധവും എല്ലാം വളരെ സുവ്യക്തമാണ്. തികച്ചും വേണ്ട രീതിയിൽ തന്നെ അത് ഇവിടെ രണ്ട് പ്രബന്ധങ്ങളിലായി രണ്ട് അവതാരകർ അവതരിപ്പിക്കുകയും ചെയ്തു. എനിക്കുള്ള സംശയം, എന്റെ കുട്ടിക്കാലത്ത് എന്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന അല്ലെങ്കിൽ എന്റെ അയൽവാസികളായ എന്റെ സഹോദരങ്ങളായ ഇസ്ലാമിൽ വിശ്വസിച്ചിരുന്ന എന്റെ സഹപാഠികൾ എന്റെ കുട്ടിക്കാലത്ത് എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളാണ്. ഒന്ന്, അവര് മദ്രസയിൽ നിന്നും പോകുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഞങ്ങൾ സ്കൂളിലേക്ക് വരുന്നത്. അവരുടെ കയ്യിൽ മുസാഹിബ് എന്നാണ് പറഞ്ഞിരുന്നത്. അവരുടെ ആ ടെക്സ്റ്റ് ബുക്ക്, ഖുറാന്റെ ഏതൊക്കെയോ ഭാഗങ്ങൾ കൂടി ചേർന്ന്, ഖുറാൻ തന്നെയാണോ എന്ന് എനിക്ക് സംശയമില്ല, മുസാഹിബ്, അത് നിങ്ങൾ തൊടാൻ പാടില്ല എന്ന് ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം. മറ്റൊന്ന്, നിങ്ങളൊക്കെ നരകത്തിൽ പോകുന്നവരാണ്, മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ, ബാക്കിയുള്ളവർ നരകത്തിൽ പോകും എന്നുള്ള ഒരു വിശ്വാസം അവരിൽ രൂഢമൂലമാക്കുന്ന വിധത്തിലുള്ള ഒരു തരം മതാധ്യാപനം ആ കാലത്ത്, എന്റെയൊക്കെ കുട്ടിക്കാലത്ത് സമൂഹത്തിൽ നടന്നിരുന്നു എന്നത്, അതിനുള്ള തെളിവ് എന്റെ പക്കലുണ്ട്. ഇപ്പോ എന്താണ് നടക്കുന്നത് എന്ന് കുട്ടികളോട് അന്വേഷിച്ചറിയുമ്പോൾ അതിൽ നിന്ന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് എങ്കിലും മതബോധനത്തിൽ കാലികമായ മാറ്റം വരുത്താൻ സംഘടനകൾ തയ്യാറായിട്ടുണ്ടോ, ഏകീകൃതമായിട്ടുള്ള ഒരു രീതി അതിന് കൈവന്നിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിൽ കുത്തിവെക്കുന്ന ഒരു സമ്പ്രദായം മുമ്പുണ്ടായിരുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതിപ്പോ തുടരുന്നുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. ചോദ്യകർത്താവ് ഉന്നയിച്ച സംശയം വളരെ ന്യായവും പ്രസക്തവും സത്യസന്ധവുമാണ്. യാതൊരു സംശയമില്ലാതെ നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ളൊരു ധാരണ കഴിഞ്ഞ തലമുറയിലും ഈ തലമുറയിലെ ചില ആളുകളിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഇസ്ലാമിന്റെ മൗലികമായ കാഴ്ചപ്പാടിന്, പ്രവാചകന്റെ രീതിക്കും എതിരാണ്. പ്രവാചകൻ സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വാക്യങ്ങൾ എഴുതിക്കൊണ്ട് ആ കാലഘട്ടത്തിലെ പരിസര പ്രദേശങ്ങളിലുള്ള മുസ്ലിങ്ങളല്ലാത്ത രാജാക്കന്മാർക്കും ചക്രവർത്തിമാർക്കും സമൂഹങ്ങൾക്കും അത് എഴുതി അയച്ചു കൊടുത്തിരുന്നു. പ്രവാചകൻ തന്നെ വേദഗ്രന്ഥത്തിന്റെ വാക്യങ്ങൾ, സൂക്തങ്ങൾ മറ്റ് സഹോദര സമൂഹങ്ങളിലെ ആളുകൾക്ക് അന്ന് തന്നെ നൽകിയിരുന്നു. ചരിത്രത്തിൽ ഉടനീളം അത് തുടർന്നു വരികയും ചെയ്തിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ചില ആളുകൾ, ചില വിഭാഗങ്ങൾ, വിശേഷിച്ചും മുസ്ലിം സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ വെച്ചു പുലർത്തുന്ന ആളുകൾ ഈ ഗ്രന്ഥം മറ്റുള്ളവർ തൊടാൻ പാടില്ല, തൊട്ടാൽ കണ്ണുപൊട്ടും, അതുപോലെ തന്നെ അത് തൊടാൻ അവർക്ക് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. കണ്ണിൽ വരെ അത് പൊട്ടിയിട്ടില്ല എന്ന് ഉറപ്പാണല്ലോ. അതേതാണ് അനുഭവിച്ചല്ല, തൊട്ടിട്ട് കണ്ണാദ്യം പൊട്ടില്ല എന്ന് ഉറപ്പാണ്. ബാക്കിയുള്ള കാര്യമാണെങ്കിൽ അത് തന്നെയാണ് ബാക്കിയുള്ള. ഇങ്ങനെ ഒരു വിശ്വാസം ധാരണയൊക്കെ നിലനിന്നിരുന്നു. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, പ്രവാചകന്റെ കാലം തൊട്ട് തന്നെ ഇത് എല്ലാവർക്കും ഒന്നുപോലെ നൽകുന്നതിന് മാത്രമല്ല നൽകേണ്ടതാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഒരു സമൂഹം ഉണ്ടായിരുന്നു. അവരാണ് ഈ ഇസ്ലാമിനെ യഥാവിധി പ്രതിനിധീകരിച്ചത്, പ്രവാചക മതത്തെ പ്രതിനിധീകരിച്ചത്. രണ്ട് മതധാരകൾ ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഒന്ന് പുരോഹിത മതധാരയും മറ്റൊന്ന് പ്രവാചക മതധാരയും. പ്രവാചക മതധാര മനുഷ്യരോട് പുലർത്തിയിരുന്ന മാനവികമായ നിലപാടാണ് എന്റെ സഹോദരൻ ഫാറൂഖ് സാഹിബിയുടെ ഉന്നയിച്ചത്. ആ പ്രവാചക മതത്തിന്റെ പ്രവാചകധാര പുലർത്തിയവർ വേദഗ്രന്ഥവും ആശയങ്ങളൊക്കെ എല്ലാവർക്കും നൽകിയിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമി വിശുദ്ധ ഖുർആന്റെ അതിന് എന്റെ സുഹൃത്ത് ഫാറൂഖ് സാഹിബ് അധ്യക്ഷനായ ഇസ്ലാമിക് പബ്ലിഷ് ഹൗസ് വിശുദ്ധ ഖുർആന്റെ ഒരു പരിഭാഷ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് എഴുതിയതിൽ പങ്കുവഹിച്ചതുപോലും മുസ്ലിമായ ഒരാളോടൊപ്പം തന്നെ എന്റെ പ്രിയ സുഹൃത്ത് വാണിദാസ് രാവൻ. അതേ ഐപിഎച്ച് എന്ന ഖുർആന്റെ ആശയങ്ങളുടെ ഒരു പദ്യാവിഷ്കാരം നിർവഹിച്ചിട്ടുണ്ട്. അത് രാഘവൻ നായരുടെയാണ്. രാഘവൻ നായരുടെ അമൃതവാണി എന്ന ഖുർആന്റെ തന്നെ ആശയങ്ങളുടെ ആവിഷ്കാരമാണ്. ഖുർആന്റെ നേർക്കുനേരെയുള്ള ട്രാൻസ്ലേഷൻ പരിഭാഷയായ ലളിതസാരം എന്ന് തയ്യാറാക്കുന്നതിൽ പങ്കുവഹിച്ചത് വാണിദാസ് ഏഴയാവൂരാണ്.
ഇത് ഇവിടെ മാത്രമാണ് നിങ്ങൾ ധരിക്കേണ്ടതില്ല. 1200-കളിലാണ് വിശുദ്ധ ഖുർആൻ ലാറ്റിൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അതൊന്നും മുസ്ലിങ്ങളായിരുന്നില്ല. ഖുർആൻ ഏറ്റവും ആദ്യം ലാറ്റിൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ മുസ്ലിങ്ങളായ ആളുകളെ ആയിരുന്നില്ല, മറിച്ച് ക്രൈസ്തവ പണ്ഡിതന്മാരായിരുന്നു, പാശ്ചാത്യരാവണ്യന്മാരായിരുന്നു. അന്ന് മുതൽ തന്നെ ഇങ്ങനെ തുടർന്ന് വന്നിട്ടുണ്ട് എന്നാണ് തത്വം. ഇപ്പോൾ പിന്നെ സ്വാഭാവികമായും മുസ്ലിം സമൂഹത്തിലെ എല്ലാവരും ഇതുപോലെ അംഗീകരിക്കുമോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. യാഥാസ്ഥികരായ ആളുകൾ ഇന്നും ഒരു പക്ഷേ ഇങ്ങനെ വിശ്വാസം പുലർത്തുന്നവരുണ്ടായേക്കാം. കൊടുക്കാൻ പാടില്ല വിശ്വാസം പുലർത്തുന്ന ആളുകൾ ചിലപ്പോൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായേക്കാം. പക്ഷെ ഇപ്പോൾ മനസ്സിലാവുന്നു അതിന്റെ പരിഭാഷയൊക്കെ മലയാളത്തിലുള്ളതുകൊണ്ട് എല്ലാവർക്കും ലഭിക്കും. വാങ്ങാൻ കിട്ടുന്ന വിധവും ഉപയോഗിക്കാൻ കഴിയാവുന്ന വിധവും അത് ലഭ്യമാണ് എന്നതാണ് ഇപ്പോഴത്തെ വസ്തുത. പിന്നെ സ്വർഗം നരകം ഇതാരാണ്? സ്വർഗം എന്നത് ദൈവം ഖുർആൻ പറയുന്ന ദൈവത്തിന്റെ ഒരു സമ്മാനം, ദൈവം നൽകുന്ന ഒരു പ്രതിഫലമാണ്. ആർക്കാണ് സ്വർഗം ലഭിക്കുക? ആരാണ്? നമുക്കൊക്കെ അറിയാമല്ലോ, പരീക്ഷ പാസ്സാകാർക്കാണ്. പരീക്ഷ പാസ്സാകണമെന്ന് ആഗ്രഹിച്ച് പരീക്ഷയ്ക്ക് നിശ്ചയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിർണ്ണയിക്കപ്പെട്ട ഉത്തരം എഴുതിയാൽ പരീക്ഷ പാസ്സാകും. രോഗം മാറാർക്കാണ്. രോഗം എന്തെന്ന് മനസ്സിലാക്കി രോഗത്തിന് നിശ്ചയിക്കപ്പെട്ട മരുന്ന് കഴിച്ചാൽ രോഗം മാറും. സ്വർഗം ലഭിക്കുക, സ്വർഗം ദൈവം വാഗ്ദാനം ചെയ്ത സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് അത് ലഭിക്കുവാൻ ദൈവം നിശ്ചയിച്ച വഴിയിലൂടെ പോകുന്ന എല്ലാവർക്കും സ്വർഗം ലഭിക്കും. അത് പേരോ സമുദായമോ ജാതിയോ കുഴിയോ നോക്കിയല്ല. ആര് ദൈവം നിശ്ചയിച്ച സ്വർഗം, ദൈവം വാഗ്ദാനം ചെയ്ത സ്വർഗം ആഗ്രഹിച്ച് ദൈവം നിശ്ചയിച്ച വഴിയിലൂടെ പോകുന്നു, അവർക്കായിരിക്കും സ്വർഗം ലഭിക്കും. സ്വർഗ നരകങ്ങളെക്കുറിച്ചോ ഇസ്ലാമിനെ കുറിച്ചോ അല്ലെങ്കിൽ ദൈവിക ജീവിതത്തെക്കുറിച്ചോ അറിയാത്ത സഹോദര സമൂഹങ്ങളായ ആളുകൾ നരകത്തിൽ പോകുമെന്നതിന് ഒരു തെളിവും ഇസ്ലാമിൽ ഇല്ല. മാത്രമല്ല മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരും കാഫിറുകളാണ് എന്ന പ്രയോഗത്തിനും ഇസ്ലാമിൽ ഒരു തെളിവില്ല. കാഫിർ എന്ന് ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നു, കർഷകൻ വരെ ഉപയോഗിച്ചിരിക്കുന്നു. വിത്ത് മറച്ചു വെക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് കാഫിർ എന്ന് കർഷകൻ ഉപയോഗിച്ചത്. കാഫിർ എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും ബോധ്യമായ ശേഷം സത്യത്തെ ബോധപൂർവം മറച്ചു വെക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നവനാണ് കാഫിർ എന്ന്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഖുർആൻ ലളിതസാരം എന്ന പുസ്തകത്തിന്റെ അവസാനത്തിൽ ആരാണ് കാഫിർ എന്ന് വിശദീകരിക്കുന്ന ഒരു അധ്യായം തന്നെ ചേർക്കാനുള്ള കാരണം അതാണ്. കാഫിർ എന്നതിനെ കുറിച്ച് മുസ്ലിം സമൂഹത്തിലെ ചിലർക്കും തെറ്റിദ്ധാരണയുണ്ട്, സഹോദര സമുദായത്തിനും തെറ്റിദ്ധാരണയുണ്ട് എന്നതുകൊണ്ടാണ് കാഫിർ ആരാണെന്ന് വിശദീകരിക്കുന്ന ഒരു അധ്യായം ഖുർആൻ ടൈംസ് പരിഭാഷയുടെ തന്നെ അവസാനത്തിൽ ചേർക്കാനുള്ള കാരണം. ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമിക ഭരണം ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം വെക്കുന്നത് ഇതര മതസമൂഹങ്ങളിൽ അങ്കലാപ്പും ആശങ്കയും ഉണ്ടാക്കാൻ കാരണമാകില്ലേ? നിലവിലുള്ള സാഹചര്യത്തിൽ മതസങ്കല്പം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ചോദ്യം വളരെ പ്രസക്തവും ന്യായവും. അഥവാ ഇസ്ലാമിക രാഷ്ട്രം അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം എന്നതിനെ കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ധാരണയും ഒരു കാഴ്ചപ്പാടും വെച്ചുകൊണ്ട് സഹോദര സമൂഹങ്ങളിൽ ഭീതി ഉയർത്തുകയില്ലേ എന്ന ചോദ്യം വളരെ പ്രസക്തവും വളരെ ന്യായവുമാണ്, അർത്ഥപൂർണമാണ് ചോദ്യം. പക്ഷേ എന്റെ സഹോദരൻ ഫർസാഹിബ് സൂചിപ്പിച്ച പോലെ ഇസ്ലാമിക ഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിൽ ഇപ്പോൾ ഇസ്ലാമിക ഭരണം എന്ന് ഇസ്ലാമിക രാഷ്ട്രമായി വിചാരിക്കാം. എന്തായിരിക്കും സംഭവിക്കുക? ഇന്ത്യ ഇപ്പോൾ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി, യഥാർത്ഥ ഇസ്ലാമിക രാഷ്ട്രമായി എന്താ സംഭവിക്കുക? ഇസ്ലാമിക രാഷ്ട്രമായാൽ ഇന്നുള്ളതുപോലെ തന്നെ ഗുരുവായൂരും ശബരിമലയും നിലനിൽക്കുമെന്ന് മാത്രമല്ല, ശബരിമലയിൽ VS അച്യുതാനന്ദൻ നൽകിയതിനേക്കാളേറെ അരവണ എല്ലാവർക്കും ലഭിക്കുന്ന അവസ്ഥ. അവിടെ ഇന്നുള്ളതുപോലെ മാലിന്യങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവിടേക്കുള്ള വഴി ഇന്നത്തെക്കാളേറെ സുരക്ഷവും സൗകര്യപ്രദവുമായി. ഇത് വെറും അവകാശവാദം. നിങ്ങൾ ഓർത്തു നോക്കൂ, 14 നൂറ്റാണ്ട് കാലം മുസ്ലിങ്ങൾ ഭരിച്ച നാടാണ് ഈജിപ്ത്. ആ ഈജിപ്തിൽ ഇപ്പോഴും 9% കോപ്റ്റ് ക്രിസ്ത്യാനികളുണ്ടെന്ന് മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായിരുന്ന ബുദ്ധസ്വാരി ഈജിപ്തിന്റെ വിദേശകാര്യമന്ത്രിയായി. 500 കോപ്റ്റ് ചർച്ചുകൾ ഇപ്പോഴും അവിടെയുണ്ട്. ഇറാഖ് മുസ്ലിങ്ങൾ 14 നൂറ്റാണ്ട് ഭരിച്ച നാടാണ്. അവിടെ സദ്ദാം ഹുസൈന്റെ വിദേശകാര്യമന്ത്രിയും ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുമായിരുന്ന താരിഖ് അസീസ് ക്രൈസ്തവ സഹോദരനാണെന്ന് പറയേണ്ടതില്ലല്ലോ. യാക്കോബായ ചർച്ചിന്റെ ആസ്ഥാനം ഇന്നും എവിടെയാണ്? ഇറാഖ്. 14 നൂറ്റാണ്ട് മുസ്ലിങ്ങൾ ഭരിച്ച നാടാണ് ലെബനോൺ. ലെബനോണിൽ 45% ഇപ്പോഴും ക്രൈസ്തവ സഹോദരന്മാരാണെന്ന് മാത്രമല്ല, നിലവിലുള്ള ലെബനോണിന്റെ പ്രസിഡന്റ് ഒരു മുസ്ലിം അല്ല. നിലവിലുള്ള ലെബനോണിന്റെ പ്രസിഡന്റ് ഒരു ക്രൈസ്തവ സഹോദരനാണ്. പ്രധാനമന്ത്രി മുസ്ലിമാണ്, പ്രസിഡന്റ് ക്രിസ്ത്യൻ സഹോദരനാണ്. ഫലസ്തീനായാലും ലെബനോൺ ആയാലും അതന്നെ അവസ്ഥ. അത് മാത്രമല്ല, നിങ്ങളോട് അപ്പൊ ചോദിച്ചു, അഫ്ഗാനിസ്ഥാനിൽ നമ്മുടെ താലിബാൻകാർ ആ ബുദ്ധ വിഗ്രഹം തകർത്തില്ലേ? ന്യായമാണ് ആ ചോദ്യം. പക്ഷെ നിങ്ങൾ അതിനൊരു മറുവശം നിങ്ങളോട് നോക്കൂ. 14 നൂറ്റാണ്ട് മുസ്ലിങ്ങൾ ഭരിച്ച അഫ്ഗാനിസ്ഥാനിൽ താലിബാൻകാർ വരുന്നവരെ ആ ബുദ്ധ വിഗ്രഹങ്ങൾ ഒരാളും തകർത്തില്ലല്ലോ, ഒരു ചൂടുവയ്മെന്ന് എടുത്തില്ലല്ലോ. താലിബാൻകാർ അമേരിക്കയോട് ചെയ്ത പ്രതിഷേധത്തിന്റെ വിവേകരഹിതമായ അപക്വമായ മുസ്ലിങ്ങൾ ഭരിച്ച അഫ്ഗാനിസ്ഥാനിൽ താലിബാൻകാർ വരുന്നവരെ ആ ബുദ്ധ വിഗ്രഹങ്ങൾ ഒരാളും തകർത്തില്ലല്ലോ, ഒരു ചൂടുവയ്മെന്ന് എടുത്തില്ലല്ലോ. താലിബാൻകാർ അമേരിക്കയോട്
ബുദ്ധവിദ്യയോട് ചെയ്ത പ്രതിഷേധത്തിന്റെ വിവേകരഹിതമായ അപക്വമായ തെറ്റായ പ്രതിഷേധ രീതിയായിരുന്നു ബുദ്ധവിഗ്രഹങ്ങൾക്കകത്ത്. അവർ ചെയ്യേണ്ടിരുന്ന അമേരിക്കയോട് പ്രതികാരം അമേരിക്കയോട് ചെയ്യല്ലാതെ ബുദ്ധവിഗ്രഹത്തോട് കല്ലിനോട് അല്ലെങ്കിൽ വിഗ്രഹത്തോടെ പോയിട്ട് ചെയ്തിട്ടുണ്ട് കാര്യം. അത് അവരുടെ വിവേകരഹിതമായ പക്വരഹിതമായ അവസ്ഥയാണ്. പ്രവാചകൻ സ്ഥാപിച്ച ഇസ്ലാമിക രാഷ്ട്രത്തിൽ ആരായിരുന്നു ഭൂരിപക്ഷം? മുഹമ്മദ് നബിയാണല്ലോ ഇസ്ലാമിക രാഷ്ട്രം ആദ്യം സ്ഥാപിച്ചു. ആരായിരുന്നു മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഭൂരിപക്ഷം? ഏറ്റവും ഭൂരിപക്ഷം ജൂത സമൂഹം, പിന്നെ ക്രൈസ്തവ സമൂഹം, പിന്നെ മുസ്ലിങ്ങളല്ലാത്ത മറ്റു ബഹുദൈവ വിശ്വാസികൾ അല്ല വ്യത്യസ്തമായ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ. 4ാമത്തെ സ്ഥാനമായിരുന്നു അംഗസംഖ്യാപരമായി മുസ്ലിങ്ങൾ അവിടെ ഉണ്ടായിരുന്നത്. അത് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ജനങ്ങൾ അവിടെ വളരെ കൂട്ടായി ഉണ്ടാക്കിയ ഒരു പ്രമാണമുണ്ട്. അതിനാണ് ഇസ്ലാമിക രാഷ്ട്രത്തിലെ ആദ്യത്തെ ഭരണഘടന. അതിൽ ആദ്യത്തെ വാചകം ജൂത, ക്രൈസ്തവ, ഔസ്, ഹസ്റജ് മുസ്ലിങ്ങൾക്ക് ഉൾപ്പെടുന്ന അവിടുത്തെ മുഴുവൻ ആളുകളെ കുറിച്ച് പറഞ്ഞ് നഹ്നു ഉമ്മ വാഹിദ, നമ്മൾ ഒരൊറ്റ സമുദായമാണ്. അതിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും ബൗദ്ധൈവാരായ മുസ്ലിങ്ങൾക്ക് ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ ഭരണഘടനയിലെ 1ാമത്തെ വാചകം നാം ഒരൊറ്റ സമുദായമാണ് എന്ന്. മുസ്ലിങ്ങൾ 4 നൂറ്റാണ്ട് കാലം ഭരിച്ചപ്പോൾ, മുസ്ലിങ്ങൾ ഭരിച്ച് 1 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഈജിപ്തിലെ മുസ്ലിം ജനസംഖ്യ 1%. അതുപോലെ തന്നെ അന്ന് ഇറാനിലേത് 2%, ഇറാഖിലേത് 1%, സ്പെയിനിലേത് 1%, ഈജിപ്തിലേത് 2%. പിന്നീട് 500 കൊല്ലത്തോളം കഴിഞ്ഞ ശേഷമാണ് അവിടെ മുസ്ലിങ്ങൾ ഏതാണ്ട് പാതിയായി. ഇന്ത്യയിൽ നിങ്ങൾ നോക്കൂ, ഇന്ത്യയിലെ ചരിത്രം കൂടി ഒരു ഏറ്റവും ശ്രദ്ധയാണ്. ഇന്ത്യയിൽ 800 വർഷക്കാലം മുസ്ലിങ്ങൾ ഭരിച്ച ശേഷം മുസ്ലിങ്ങളുടെ ജനസംഖ്യ എത്രയായിരുന്നു വെച്ചാൽ 2%-ക്കാൾ താഴെയായിരുന്നു എന്നാണ് പ്രമുഖരായ ഇന്ത്യൻ ചരിത്രകാരന്മാർ പറഞ്ഞത്. പിന്നെ ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്തെ സൂഫി പ്രവർത്തകന്മാരായ സൂഫികളായ ആളുകൾ ഇസ്ലാമിക പ്രബോധന നടത്തിയതിലാണ് ഇന്ത്യയിൽ ഇസ്ലാമിക മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചത് എന്ന് ഇന്ത്യയിലെ പ്രമുഖരായ ചരിത്രകാരന്മാർ മുഴുവൻ സമ്മതിച്ച ഒരു കാര്യമാണ്. അപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ, മതപരമായ എല്ലാ ജനവിഭാഗത്തിനും അവിടെ സ്വാതന്ത്ര്യവും അവിടെ എല്ലാം നൽകും. അതേസമയം എന്തായിരിക്കും അപ്പോൾ ഇന്ത്യയും കേരളവും ഇസ്ലാമിക രാഷ്ട്രമായ ഉണ്ടാകുന്ന മാറ്റം? പ്രകടമായ ഒരു മാറ്റം. ആദിവാസികളും ഇവിടുത്തെ മുക്കുവന്മാരുമായ ഈ കടൽ തീരത്തുള്ള ധാരാളം ആളുകൾക്ക് തല ചായ്ക്കാൻ ഒരു ഇഞ്ച് ഭൂമിയില്ലാത്തപ്പോൾ കാറ്റക്കും വെള്ളക്കുമൊക്കെ 10,000-കണക്കിന് ഏക്കർ ഭൂമി ഉണ്ടാവില്ല. അതൊരു മാറ്റമല്ല. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് ₹10 വാങ്ങിയ ഒരാൾക്ക് ₹1,00,000 കൊടുക്കുന്ന ഒരു ഭാഗ്യക്കുരി അന്ന് ഉണ്ടാവില്ല. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തമായ മദ്യപാനം വ്യക്തികൾക്ക് ഒരു പക്ഷേ കുടിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തേക്കാം. പക്ഷേ അത് ഈ രാജ്യത്തിന്റെ വരുമാന മാർഗമായി ഉപയോഗിച്ച് എല്ലാവരും മദ്യപാനികളാക്കി മാറ്റാൻ അനുവദിക്കുകയില്ല. ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവനിലേക്ക് എന്നതിന് പകരം ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളവനിലേക്ക് ഒഴുകുന്ന പലിശ വ്യവസ്ഥ ഉണ്ടാവുകയില്ല. അഥവാ സാമൂഹ്യ ഈ രാജ്യത്തിന്റെ സമ്പത്തിന്റെ 75% ടാറ്റ, ബിർള, ഹിന്ദുജ, ഊർജ, ചിങ്കാനി, അംബാനി തുടങ്ങിയ 70 പ്രമുഖ കുടുംബങ്ങളിൽ കേന്ദ്രീകരിക്കുകയും 40% ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലത്ത് ഈ രാജ്യത്തെ 32% ആളുകൾ നിരക്ഷരായി കഴിയുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. ഈ രാജ്യത്തെ ആദിവാസികളും ദലിതുകളുമായ ആളുകൾ സമൂഹത്തിന്റെ അധസ്ഥിതരായി കഴിയുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അപ്പൊ സാമൂഹ്യ നീതി, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ സാമൂഹ്യ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ക്ഷേമ രാഷ്ട്രമായിരിക്കും ഉണ്ടാവുക. അത് ഈ രാജ്യത്തെ ഏത് മനുഷ്യനും മറ്റേത് വ്യക്തിയെക്കാളുമേറെ ഗുണകരമായിരിക്കുമെന്ന് പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഭീതിയല്ല, സന്തോഷമാണ്, ആശ്വാസമാണ്. അത് മനസ്സിലാക്കിയാൽ ആളുകൾക്ക് നൽകുക. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്റെ മതമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നും ഇതാണ് മോക്ഷത്തിന് അഥവാ സ്വർഗാവകാശത്തിന് ഏക മാർഗമെന്നും ഒരാൾ വിശ്വസിക്കുമ്പോൾ അത് മതസഹിഷ്ണുത തകരാനും വർഗീയതയുടെ ആവിർഭാവത്തിനും കാരണമാവുന്നില്ലേ? എന്റെ പാർട്ടിയാണ് ഏറ്റവും നല്ല പാർട്ടി, അതാണ് ഈ രാജ്യത്തിന് ഏറ്റവും നല്ല പാർട്ടി എന്ന് കോൺഗ്രസ്സുകാർ വിശ്വസിക്കാത്തിടത്തോളം കാലം കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസിൽ ആത്മാർത്ഥതയില്ല. എന്റെ പാർട്ടിയാണ് ഈ രാജ്യത്തിന് ഏറ്റവും നല്ലതെന്നും എന്റെ പാർട്ടിയാണ് ഇവിടെ ഭരിക്കാതാണ് ഇതാണ് നന്നാവുക എന്നും ഒരാൾ വിശ്വസിക്കാത്തിടത്തോളം കാലം അയാൾക്ക് CPM-കാരനാകാൻ CPM-ന് അവകാശമില്ല. CPI ആണ് ഈ നാട്ടിന് ഏറ്റവും നല്ലത് എന്ന് ഒരു CPI-കാരൻ വിശ്വസിക്കാത്തിടത്തോളം അയാൾക്ക് CPI ആകാൻ യാതൊരു ന്യായവുമില്ല. BJP ആണ് ഈ രാജ്യത്തിന്റെ ദേശത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കാത്ത ഒരാൾ BJP-കാരനാണെങ്കിൽ അവനെ കപടനായ BJP-കാരൻ. അപ്പോൾ നമ്മൾ കപടനാവാതിരിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് നമുക്ക് ബോധ്യമാവും. ഒരുപാട് സംഭവങ്ങൾ ശരിയും അർദ്ധശരിയും മുഴുശരിയും മുക്കാൽ ശരിയും 70% ശരിയും 80% ശരിയും 40% ശരിയും 10% ശരിയും ഒക്കെ ഉണ്ടാവും. ഏതൊരു മനുഷ്യന്റെയും ബാധ്യത തന്റെ അന്വേഷണത്തിലും അറിവിലും പതിവിലും വെച്ച് ഏറ്റവും ശരി ഏതാണെന്ന് അന്വേഷിക്കുകയും ആ ശരി കണ്ടെത്തുകയും ചെയ്യുക മാത്രമല്ല, ആ കണ്ടെത്തുന്ന ശരിയായ സ്വീകരിക്കുക മാത്രമല്ല, ആ ശരി തന്റെ സഹോദരങ്ങളും സഹജീവികളുമായി പങ്കുവെക്കുക എന്നതുകൂടി ഒരു മനുഷ്യന്റെ മാനവികമായ ബാധ്യതയാണ്, ധർമ്മമാണ്.
അതുകൊണ്ട് ഏതൊരു മനുഷ്യൻ, സത്യസന്ധനായ ഏതൊരു മനുഷ്യനും വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്ന ആളെ ഏറ്റവും ശരി. അത് വിശ്വസിക്കാത്ത ഒരാളും ഈ ഭൂമിയിൽ ഉണ്ടാവുകയുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ അദ്വൈതവാദികളായ ആളുകൾ ഈ രാജ്യത്തെ സ്വാഭാവികമായി ശ്രീശങ്കരാചാര്യന്റെ അദ്വൈതം അംഗീകരിച്ച ആളുകൾ അദ്വൈതമാണ് ഏറ്റവും ശരിയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അതേസമയം രാമാനുജാചാര്യന്റെ വിശിഷ്ടാദ്വൈതം അംഗീകരിച്ചു വിശ്വസിക്കുന്നു. ലോകത്തെ ഏറ്റവും നല്ല ദർശനം വിശിഷ്ടാദ്വൈതമാണെന്ന് വിശ്വസിക്കുന്നു. മാധ്വാചാര്യരുടെ ദ്വൈത ദർശനം വിശ്വസിക്കുന്നു. ദ്വൈത ദർശനമാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത് ഞാൻ അംഗീകരിച്ചതാണ് എന്ന് വിശ്വസിച്ചു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്ന ഏറ്റവും നല്ലതാണ്, അതാണ് ഞാൻ സ്വീകരിക്കുന്നത് വിശ്വസിക്കാത്ത ഒരാൾ താൻ വിശ്വസിക്കുകയും കൊണ്ടുനടക്കുകയും ചെയ്യുന്നതിൽ കപടനാണ്, അവിശ്വാസിയാണ് എന്നതാണ് വസ്തുത. ഇത് സത്യസന്ധമായ വിലയിരുത്തൽ. മറ്റത് നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള സോപ്പിടലാണ്, കപടമായ രീതിയാണ്. കപടമായ രീതിയെ മതം ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നതാണ്. മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കുന്നുവെന്നാണല്ലോ ഇസ്ലാം പറയുന്നത്. ഭഗവാൻ കൃഷ്ണൻ തന്റെ സതീർത്ഥ്യനായ അർജുനനോട് ഭഗവത്ഗീതയിലൂടെ നൽകുന്ന ഉപദേശങ്ങൾ മനുഷ്യരാശിയുടെ സകല ജീവിത മേഖലകളിലും അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു. ഈ വിശ്വാസങ്ങൾ രണ്ടും പരസ്പര വിരുദ്ധങ്ങളല്ലേ? പരസ്പര വിരുദ്ധങ്ങളല്ല. ഇത് രണ്ടും പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ ഭഗവത്ഗീത മൗലികമായി പറയുന്നത് എന്താ? തീർച്ചയായും അർജുനോട് നൽകുന്ന ശ്രീകൃഷ്ണന്റെ ഉപദേശം, ആ ഉപദേശം ധർമ്മയുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ഉപദേശമാണ്. പ്രത്യേകിച്ചും സ്വന്തക്കാരായ ആളുകളോട് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ മടിച്ചു നിന്നപ്പോൾ അർജുനോട് പറയാണ്, ധർമ്മത്തിന് വേണ്ടി നീ യുദ്ധം ചെയ്യും, അതിൽ നീ മരിച്ചാൽ നിനക്ക് സ്വർഗം ലഭിക്കും, നീ വിജയിച്ചാൽ നിനക്ക് രാജ്യം ഭരിക്കാം. അത് പറയുന്ന അതേ ഭഗവത്ഗീതയാണ് പറയുന്നു, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സുജാമയം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ. ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം വളരുകയും ചെയ്യുമ്പോൾ അധർമ്മത്തിന് നിഷ്കാസനത്തിന് ധർമ്മത്തിന് സംസ്ഥാപനത്തിന് ഭഗവാൻ അവതരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവതാരത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. അല്പം വ്യത്യാസത്തോടു കൂടിയാണ് ഖുർആൻ പറയുന്നത്. യുഖ്രിജുഹും മിനൽ ദുലുമാത് വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയല്ലിമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ല ഫീ ദലാലിൻ മുബീൻ. വഴിപിഴച്ച മനുഷ്യരെ വഴികേടിൽ നിന്ന് നേർവഴിയിലേക്ക് നയിക്കുന്ന, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന, അവർക്ക് വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കുന്ന, അവർക്ക് ന്യായം അഭ്യസിപ്പിച്ചു കൊടുക്കുന്ന, അവരെ സംസ്കരിക്കുന്ന പ്രവാചകനെ അവൻ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ മാനവരാശിയുടെ സംസ്കരണത്തിന് വേണ്ടി, ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി നിയുക്തരായവരാണ് ദൈവത്തിന്റെ സന്ദേശവാഹകന്മാർ. ആ സന്ദേശം മൗലികമായി ഒന്നായി. പിന്നെ ഭിന്നത കാണപ്പെടുന്നില്ലേ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് ചരിത്രത്തിന് നീണ്ട പ്രവാഹത്തിൽ മനുഷ്യന്റെ കൂട്ടിച്ചേർക്കലുകളും വെട്ടിച്ചേർക്കലുകളും തിരുത്തങ്ങളും സംഭവിക്കുമ്പോഴാണ്. വിശേഷം മതപുരോഹിതന്മാരുടെ, മത നേതൃത്വത്തിന്റെ, മതപൗരോഹിത്യത്തിന്റെ ഇടപെടലുകളാണ്, വെട്ടിച്ചുരുക്കലുകളാണ്, കൂട്ടിച്ചേർക്കലുകളാണ്. അവ വൈകല്യങ്ങളാക്കുമ്പോഴാണ് ഈ ഭിന്നതകൾ കാണുന്നത്. മനുഷ്യ ഇടപെടലുകളിൽ നിന്ന് മാറ്റി നിർത്തിയാൽ എല്ലാ മതങ്ങളുടെയും മൗലികമായ അടിത്തറകളിൽ നമുക്ക് ഏകദാനത കാണുവാൻ കഴിയും എന്നതാണ് വസ്തുത. അതുകൊണ്ട് വൈരുദ്ധ്യമല്ല, ഐക്യമാണുള്ളത് എന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പ്രവേശനം നടത്താൻ പോവുകയാണല്ലോ. ഇതിന്റെ പ്രധാന അജണ്ടകൾ എന്തെല്ലാം? 2. കാറൽ മാർക്സ് പറഞ്ഞത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് യാഥാർത്ഥ്യമാക്കുകയല്ലേ തീവ്രവാദം പോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? 3. തീവ്രവാദ പ്രവർത്തനങ്ങളിൽ അധികവും ഇസ്ലാമിക തീവ്രവാദം എന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ കേൾക്കുന്നു? 1. ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയ കക്ഷിയായി മാറുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തിന് ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പരിചയമുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയ പ്രവർത്തകർ ഈ രാജ്യത്ത് നൽകിയ വലിയ സംഭാവനകളിൽ ഒന്നാണ് മാധ്യമം, ദിനപത്രം. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് നൽകിയ സംഭാവനകളിൽ ഒന്നാണ് ഈ രാജ്യത്തെ ഒരുപാട് ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങൾ. ഓമശ്ശേരിയിലെ ശാന്തി ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ പെരുമ്പിലാവിലെ അൻസാർ ഹോസ്പിറ്റൽ, അങ്ങനെ ഈ രാജ്യത്തെ സാധാരണ പാവപ്പെട്ട ആളുകൾക്ക് അഭയമായി മാറുന്ന ഒരുപാട് ആശുപത്രികൾ, ആതുര സേവന കേന്ദ്രങ്ങൾ അതിന്റെ സംഭാവന. ഈ രാജ്യത്തെ കഷ്ടപ്പെടുന്ന മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിന്റെ സംഭാവനയാണ്. എന്റെ സഹോദരൻ ഫാറൂഖ് സാഹിബ് പ്രതിദാനം ചെയ്യുന്ന IPH ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരുപാട് സംഭാവന നൽകി. അങ്ങനെ ജമാഅത്ത് ഇസ്ലാമി രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന ഒരു സംഭാവനയാണ് രാഷ്ട്രീയ മതം.
അത് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടിയാവല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയല്ല. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി, ഈ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ആ ജനങ്ങളാലുള്ള ജനങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയായാണ് ജമാഅത്ത് ഇസ്ലാമി അത് രൂപീകരിക്കുക. അല്ലാതെ അത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയുള്ള മുസ്ലിങ്ങളുടെയോ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് വേണ്ടിയുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ അല്ല. ഈ രാജ്യത്തെ ധർമ്മബോധമുള്ള, നന്മ കാക്ഷിക്കുന്ന, ഈ രാജ്യത്തെ ക്ഷേമം ആഗ്രഹിക്കുന്ന, മൂല്യബോധമുള്ള എല്ലാവർക്കും വേണ്ടി അവരുടേതായ ഒരു രാഷ്ട്രീയ പാർട്ടിയായിരിക്കും ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കുക. അത് ജമാഅത്ത് ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടി ആവുകയല്ല. ആ രാഷ്ട്രീയ ഞാൻ മൗലികമായി വിശ്വസിക്കുന്നു, എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന മൂല്യങ്ങൾ ഒന്നാണ്. ആ അടിസ്ഥാന മൂല്യങ്ങൾ ആണ് ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുക. ആ അടിസ്ഥാന മൂല്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ശാപമായി എല്ലാ സമൂഹങ്ങളും കരുതുന്നു മദ്യപാനം. ഞാൻ എന്റെ വ്യക്തിപരമായ ഒരു ദുഃഖവും കൂടി അതിലും, കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യമായി കോടതി കയറേണ്ടി വന്നത് ഒരു കൊലക്കേസിലെ സാക്ഷിയായാണ്. ആ കൊലക്കേസിൽ അച്ഛനും മകനുമായി അച്ഛനും മകനും മദ്യപിക്കുമായി. ഒരു ദിവസം അച്ഛനും മകനും മദ്യപിച്ച് ശണ്ടകൂടവേ അച്ഛൻ മകനെ കുത്തിക്കൊന്നു, മകൻ കൊല്ലപ്പെട്ടു, അച്ഛൻ ജയിലിലായി, കുടുംബം രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കതിൽ ക്രൂരതയുടെ വാക്ക് തോന്നിയേക്കാം. പക്ഷേ അതിനൊരു മറുവശം, ഞാൻ ഇന്ന് കാലത്ത് എന്റെ പ്രിയപ്പെട്ടവളോട് യാത്ര ചോദിച്ചു വരുമ്പോൾ അവൾ എന്റെ അരികിൽ അവസാനം വരെ വന്നോട് ചോദിച്ചു, എപ്പോഴാ വരിക. ഈ ചോദ്യം ഞാൻ മാത്രം അഭിമുഖീകരിക്കുന്നല്ല. ഈ രാജ്യത്തെ ഏതൊരു സ്നേഹനിധിയായ സഹധർമ്മിണിയിൽ നിന്നും ഏതൊരു പുരുഷനും നേരിടുന്ന ചോദ്യമാണ്, എപ്പോഴാണ് വരിക. ആ ചോദ്യത്തിൽ പ്രതീക്ഷയും, എന്റെ ഭർത്താവിന്, എന്റെ പ്രിയപ്പെട്ടവനൊന്നും സംഭവിക്കാതെ സുഖമായി വരട്ടെ എന്ന പ്രതീക്ഷയുണ്ട്, പ്രാർത്ഥനയുണ്ട്. അതിനേക്കാളേറെ സ്നേഹപൂർവമായ, സ്നേഹമസന്നമായ ഒരു ആത്മ സാന്നിധ്യത്തിന്റെ പ്രേമാർത്ഥനയുണ്ട്. അതാണ് ഏതൊരു പെണ്ണും ഉയർത്തുന്ന ചോദ്യം. അതേസമയം തനിക്കും ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ നിങ്ങൾക്കായി നമ്മളൊക്കെ തിരിച്ചു ചെല്ലുമ്പോൾ എന്താ, കുട്ടികളാരും അടുത്തില്ലെങ്കിൽ ആലിംഗനം ചെയ്ത് അവരെ സ്വീകരിച്ചു. കുട്ടികളടുത്തെങ്കിൽ പിന്നെ തൽക്കാലം അപ്പണി ചെയ്യുക. എന്നാലും മുസ്ലിങ്ങളായ ആളുകൾ സലാം ചെല്ലും, അർത്ഥദാനം ചെയ്യും. വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോൾ കൈകൊടുത്ത് സലാം ചെല്ലുമ്പോഴും തിരിച്ചു ചെല്ലുമ്പോൾ കൈകൊടുത്ത് അർത്ഥദാനം ചെയ്ത് സലാം ചെല്ലി സ്വീകരിക്കും. ഇത് ഒരു ദാമ്പത്യത്തിലെ ഒരു മഹിതമായ ഭാവം. അതേസമയം തനിക്കും കുട്ടികൾക്കും ചെലവിന് തരേണ്ട പണം ചാരായക്കടയിൽ നിന്ന് ഈ മൂക്കറ്റം കുടിച്ച് കലങ്ങിയ കണ്ണുകളും നാറുന്ന വായും ആടിക്കുഴയുന്ന കൈകാലുകളും നാവ് നിറയെ തെറിവാക്കുകളുമായി കടന്നു വരുന്ന തന്റെ ജീവിത പങ്കാളിക്ക് വാതിൽ തുറന്നു കൊടുക്കേണ്ടി വരുന്ന ഒരു പെണ്ണിന്റെ ഹൃദയവേദന അടക്കുവാൻ ഞാൻ പറയുന്നു, ഈ ലോകത്തൊരു മാപ്പിരിക്കും സാധ്യമല്ല. അച്ഛന്റെ കാലൊച്ച കേൾക്കുമ്പോൾ കട്ടിനടിയിൽ പോയി ഒളിക്കേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ നാടാണ് നമ്മുടെ കേരളം. എന്നല്ല, ഒന്നുകൂടി നിങ്ങൾ ഓർത്ത് നോക്കൂ, ശരാശരി കേരളീയൻ 2000 രൂപയുടെ സ്വർണം വാങ്ങുന്നു, 1500 രൂപ മദ്യം കുടിക്കുന്നു, 15 രൂപയുടെ പുസ്തകം വാങ്ങുന്നു എന്നാണ് കണക്ക്. ഇതാണല്ലോ നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ. ഇവിടെ ഈ മദ്യം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരിലെ എന്റെ സഹോദരിമാർ, എന്റെ ഈ പ്രിയപ്പെട്ട സഹോദരിമാർ, അവരിൽ മഹാഭൂരിപക്ഷം 50% എന്തായാലും രാജ്യത്തെ പെണ്ണുങ്ങളാണല്ലോ. അവർ ആഗ്രഹിക്കുന്നു ഈ രാജ്യത്ത് മദ്യപാനം അവസാനിക്കണമെന്ന്. കാരണം അവരാണ് അതിന്റെ മുഖ്യമായ ഇരകൾ. വളരുന്ന തലമുറയിലെ എന്റെ പിഞ്ചനുജന്മാർ ആഗ്രഹിച്ചു പോകുന്നു ഈ മദ്യം അവസാനിക്കും. ഞാൻ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അജണ്ടയിൽ തീർച്ചയായും മുഖ്യമായും അതുണ്ടാവും. ഈ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അജണ്ടയിൽ ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇവിടുത്തെ ആദിവാസികളും ദരിദ്രർക്കും ഭൂമിയില്ലാത്തടത്തോളം കാലം 10,000 ഏക്കർ ഭൂമി പിടിച്ചെടുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പറയുകയല്ല. അധികാരം കിട്ടുകയോ പങ്കാളിത്തമുള്ള ഭരണം വരികയോ ചെയ്താൽ പിടിച്ചെടുത്ത് ഈ രാജ്യത്തെ ഭൂമിയില്ലാത്തവന് കൊടുക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള സാമൂഹ്യ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന മൂല്യാധിഷ്ഠിതമായ ധർമ്മനിഷ്ഠമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ജനസമയമാണ്. അതൊരിക്കലും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയല്ല, ഈ രാജ്യത്തിന് വേണ്ടിയുള്ള രാജ്യനിവാസികളുടെ രാഷ്ട്രീയ പാർട്ടിയായിരിക്കും. കാർൽ മാർക്സ് പറഞ്ഞത് ശരിയല്ല. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. വളരെ സ്വാഭാവികമായി തോന്നും. കാരണം മതത്തിന്റെ പേരിൽ ഇവിടെ ഭീകര പ്രവർത്തനം നടക്കുന്നു, ഇവിടെ വലിയ തീവ്രവാദങ്ങൾ നടക്കുന്നു എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഹിംസാ പ്രവർത്തനവും ഭീകരതയും നടക്കുന്ന മതത്തിന്റെ പേരിലാണ്. നിലവിലുള്ള സാഹചര്യത്തെ കൊണ്ടുകൊടുത്തു നമ്മുടെയൊക്കെ ജീവിതകാലത്തും നമ്മുടെ വായനാ ലോകത്തുണ്ടായ ഏറ്റവും ഭീകരമായ ഹിംസ ഒന്നാം ലോകയുദ്ധത്തിലല്ലേ. 3 കോടി ആളുകൾ വ്യത്യസ്ത ഘട്ടങ്ങളിലായി ഒന്നാം ലോകയുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. എന്നിട്ട് നമ്മൾ ആ ഒന്നാം ലോകയുദ്ധത്തിൽ കൊലക്ക് ഈ മനുഷ്യരെ കൊല്ലുന്നതിന് കാരണം സങ്കുചിതമായ ദേശീയതയോ അതല്ല മതമോ. 2ാം ലോകയുദ്ധത്തിൽ 5 കോടി ആളുകൾ വ്യത്യസ്ത ഘട്ടങ്ങളിലായി കൊല്ലപ്പെട്ടില്ലേ. 2ാം ലോകയുദ്ധത്തിന് കാരണം ഹിറ്റ്ലറുടെ വംശീയതയും ദേശീയ സങ്കുചിതശീലയുമല്ലേ. മുസോളിനിയുടെ വംശീയതയും സങ്കുചിതശീലയുമല്ലേ.
അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ 3000 വർഷത്തെ ടാറ്റാനിക് വംശത്തിന്റെ വിശുദ്ധി പുലർത്തുന്ന ഒരു ജനവിഭാഗത്തിന്റെ വംശവിശുദ്ധിയെ കുറിച്ച് അഭിമാന ബോധമല്ലേ രണ്ടാം യുഗത്തിന് കാരണമായത്? അതിൽ മതമാണോ യഥാർത്ഥത്തിൽ പങ്കുവച്ചത്? ഇനി നിങ്ങൾ ഓർത്തു നോക്കൂ, ഹിരോഷിമയിലും നാഗസാക്കിയിലും ജപ്പാൻ കീഴടങ്ങിയ ശേഷം ബോംബിട്ട് 5 ലക്ഷത്തെ കൊന്നില്ലേ? അതിൽ മതത്തിനാണോ പങ്കുള്ളത്? സങ്കുചിതമായ ദേശീയതക്കോ? വിയറ്റ്നാമിൽ 30 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടില്ലേ? ആ 30 ലക്ഷം നിരപരാധികളെ കൊന്നൊടുക്കിയത് മതമാണോ അതോ സാമ്രാജ്യത്വമോ, മുതലാളിത്ത സാമ്രാജ്യത്വമോ? പനാമയിൽ, ഗോറ്റിമലയിൽ, നിക്കരാഗോയിൽ, ക്യൂബയിൽ, കംബൂച്ചയിൽ, എൽസാൽവഡോറിൽ, ചിലിയിൽ, ഹംഗറിയിൽ, അങ്ങനെ ഏറ്റവും അവസാനം അഫ്ഗാനിസ്ഥാനിൽ, ഇറാഖിൽ കഴിഞ്ഞ രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം മാത്രം 14 കോടി ആളുകളെ അമേരിക്ക 70 രാജ്യങ്ങളിലായി കൊന്നൊടുക്കിയത് മതത്തിന്റെ പേരിലാണോ അതോ സാമ്പത്തിക രാഷ്ട്രീയ സാമ്രാജ്യത്വ താല്പര്യത്തിന്റെ സംരക്ഷണത്തിനോ? ഇനിയിപ്പോൾ ഏറ്റവും അവസാനമായി മുംബൈയിൽ നടന്ന ഭീകരപ്രവർത്തനം അത് മതത്തിന്റെ പേരിലാണ് എന്നൊരു നിമിഷം നിങ്ങൾ തോന്നും. അതിന്റെ ഏറ്റവും വലിയ ദുരന്തം വരുന്ന ആരാണ്? ബോംബെയിലെ കൊല്ലപ്പെട്ട 200 ആളുകളോളം വരുന്ന ആളുകൾ, അവരുടെ കുടുംബങ്ങൾ, ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യർ. എന്നാൽ ഏറ്റവും വേദന സഹിക്കുന്ന ആരാണ്? ഇന്ത്യൻ മുസ്ലിങ്ങൾ അവിടെ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖം അനുഭവിക്കുന്ന സന്ദർഭങ്ങളിൽ ഒന്നാണ് സമീപകാലത്തെ കഴിഞ്ഞുപോയ ഏതാനും മാസം. എന്താ കാരണം? ഈ ബോംബ് സ്ഫോടനങ്ങളിൽ ഏതോ കാരണവശാൽ പ്രതിസ്ഥാനത്ത് ഇസ്ലാമോ മുസ്ലിങ്ങൾ നിർത്തപ്പെടുന്നു എന്നവർ ധരിക്കുന്നു. അവർ ധരിക്കല്ല, പൊതുസമൂഹം അങ്ങനെ ധരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് ഇത്ര ഗുരുതരമായി തെറ്റിദ്ധരിക്കുകയാണല്ലോ ഞങ്ങളുടെ സഹോദരന്മാർ എന്ന ചിന്ത ഈ രാജ്യത്തെ 15 കോടി മുസ്ലിങ്ങളെ വേട്ടയാടുന്നുണ്ട് എന്നത് അനിഷേധ്യമായ ഒരു വസ്തുത. നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി പറഞ്ഞു, അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ പറഞ്ഞു, ഭീകരവാദത്തിന് ജാതിയില്ല, മതമില്ല, സമുദായമില്ല. ശരിയാണ്. അതേ സമയത്ത് തന്നെ ഒരു ജാതിയുടെ മേൽ വെച്ചുകെട്ടാനുള്ള ശ്രമം നടക്കുന്നില്ല. നിങ്ങൾക്ക് പ്രഗ്യാ സിംഗ് ഠാക്കൂർ അദ്ദേഹത്തിന്റെ മോട്ടോർ ബൈക്കിന് കൊടുത്ത നമ്പർ 786 എന്നാണ്. അഥവാ ഖുർആന്റെ 113 അധ്യായങ്ങളിൽ ആദ്യം എഴുതിയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ ഒരു അക്കമായി മുസ്ലിങ്ങൾ സാധാരണ ഉപയോഗിക്കാറുള്ള നമ്പറാണ് 700. ആ നമ്പർ തന്നെ എന്തുകൊണ്ട് കൊടുത്തു? അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യയായ സോണിയാഗാന്ധിയെ വധിക്കും എന്നുള്ള ഭീഷണി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിന്റെ അവസാനത്തിൽ അരുൺ സൂര്യ കൊടുത്ത പേരെന്താണ്? റഹ്മത്തുള്ളാഹി ബർക്കത്തുഹ് അല്ലെ? എന്തിനാണ് പേര് തന്നെ ചേർത്തത്? ആസാമിലെ സ്ഫോടനം നടത്തിയവർക്ക് അഭിനന്ദനം അറിയിച്ചതിന്റെ അവസാനം അഭിനന്ദനത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് അർത്ഥമില്ല, പക്ഷെ എന്നാലും ചേർത്തത് ഇൻഷാ അല്ലാഹ് എന്നല്ലേ? അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്തെ ഏതൊരു സ്ഫോടനവും ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അലോസരം ഉണ്ടാക്കുന്നു. ഒരു സമുദായങ്ങളിൽ വമ്പിച്ച നഷ്ടവും പ്രതിസന്ധിയും പ്രയാസവുമാണ്. അവിടെ ആത്മാഭിമാനത്തിന് ക്ഷതം വരുത്തുന്നു, അരക്ഷിതബോധം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഗുണമല്ലെന്ന് മാത്രമല്ല, ഒരൊറ്റ മുസ്ലിമിനും ഇത് ദോഷമല്ലാതെ വേറൊന്നും വരുത്തുന്നേയില്ല. പിന്നെ ഇസ്ലാമിന് ഗുണമുണ്ടോ? ഇസ്ലാമിന് ഗുണമില്ലെന്ന് മാത്രമല്ല, ഇസ്ലാം കഠിനമായി വിലക്കുന്ന കാര്യമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ച എന്റെ പ്രസംഗത്തിൽ രണ്ടാമത് പറഞ്ഞ പരലോക വിശ്വാസം, അഥവാ മരണശേഷമുള്ള വിശ്വാസം. ഒരു നിരപരാധിയായ മനുഷ്യനെ കൊല്ലുന്നത് നരകത്തെ പ്രവേശനത്തിന് കാരണമാണ്. അയാൾ ജാതി ഏതാവട്ടെ, മതം ഏതാവട്ടെ, വിശ്വാസം ഏതാവട്ടെ, ഒരൊറ്റ നിരപരാധിയായ മനുഷ്യനെ കൊന്നാൽ അയാൾ നരകാവകാശിയാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, ഒരു മനുഷ്യനെ കൊല്ലുന്ന മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്ന പോലെയാണ്. ഒമിൻ അജലി ദാലിക കതബന അലാ ബനി ഇസ്രായീൽ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അവകാശിയാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, ഒരു മനുഷ്യനെ കൊല്ലുന്ന മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്ന പോലെയാണ്. ഒമിൻ അജലി ദാലിക കതബന അലാ ബനി ഇസ്രായീൽ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതൽനാസ് ജമീഅൻ. ഒരൊറ്റ മനുഷ്യനെ കൊല്ലുന്നത് ലോകത്തിലെ 650 കോടി മനുഷ്യരെ കൊല്ലുന്ന പോലെ പാപമാണ്, ഗുരുതരമായ കുറ്റമാണ് എന്ന്. അപ്പോൾ 200ഓളം ആളുകളെ മുംബൈയിൽ കൊന്നത് എത്ര ഗുരുതരമായ പാപമാണ്. അയാൾ എങ്ങനെ പിന്നെ മുസ്ലിമാകുക ഇസ്ലാമിന്റെ പേരിലാണ്? മാത്രമല്ല, അവർ മയക്കുമരുന്നും ലഹരി പദാർത്ഥം ഉപയോഗിച്ചിരുന്നതാണ്. ജീവിതത്തിൽ തന്നെ പാടില്ലാത്ത നിഷിദ്ധമായ ഒരാൾ മരിക്കാൻ പോകുമ്പോൾ എന്തായാലും അത് ഉപയോഗിക്കുന്ന ഒരാൾ വിശ്വാസിയായ ഒരാൾക്ക് സാധ്യമല്ലല്ലോ. അപ്പോൾ ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ ഗുണമില്ല. ഇനി പാകിസ്ഥാനെ ഗുണമുണ്ടോ എന്ന് ചോദിച്ചു, അതുമില്ല. കാരണം എന്താണെന്ന് നിങ്ങളോട്ടൊക്കെ ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ മാത്രം കരുത്തുള്ള രാജ്യമല്ല ഇന്നത്. ആഭ്യന്തരമായ ശൈഥില്യം കൊണ്ട് പൊറുതുമുട്ട ദുർബലമായ രാജ്യമാണ് പാകിസ്ഥാൻ. പിന്നെ ആരാണ് ഗുണഭോക്താക്കൾ? ഗുണഭോക്താക്കളായി ആഭ്യന്തര രംഗത്ത് ചില കേസൊക്കെ നടക്കുന്ന ആളുകളെ രക്ഷപ്പെടാൻ ആ കേസിന്റെ മുഖ്യ കാരണക്കാരാണ് ആയ കാർക്കറെ കൊല്ലപ്പെട്ടതുകൊണ്ട് ചിലർക്ക് രക്ഷപ്പെടും. കാർക്കറെ കൊല്ലപ്പെട്ടല്ലോ അതിന്. അതുകൊണ്ട് ഹേമന്ത് കാർക്കറെ കൊല്ലപ്പെട്ടപ്പോൾ ആ കേസിലെ പ്രതികൾക്ക് ഒരു പക്ഷേ ഗുണമുണ്ടാകും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ഭാര്യ, ഇന്ത്യ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ധീരയും കരുത്തയും അസാധാരണ വ്യക്തിത്വത്തിന് ഉടമയുമായ കവിതാ കാർക്കറെ അതുകൊണ്ടായിരിക്കാം മഹത്തായ ഒരു നിലപാട് സ്വീകരിച്ചത്. പിന്നെ ആർക്കാ ഗുണം?
തീർച്ചയായും ഈ രാജ്യത്തിന് ആയുധം വിൽക്കുന്നവർക്ക് ഗുണമുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തെറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഗുണമുണ്ട്. ഇന്ത്യയിൽ ആയുധത്തിന് വേണ്ടി കമ്മീഷൻ വാങ്ങുന്നവർക്കും ഗുണമുണ്ട്. അപ്പോൾ ആരാണ് ഇതിലേക്ക് ഗുണഭോക്താക്കൾ? ഇതെന്താ മതത്തിന് പങ്ക്? പിന്നെ മതം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അത് മതത്തിന് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കാം, ദേശം ഉപയോഗിക്കപ്പെടും, പ്രാദേശിക ഉപയോഗിക്കപ്പെടും. നിങ്ങൾക്ക് വേഗം പറഞ്ഞാൽ മനസ്സിലാവും. കോട്ടക്കാരും മലപ്പുറത്താരും തമ്മിൽ പന്ത് കളി നടക്കാണ് കോഴിക്കോട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ. അപ്പോൾ കോട്ടക്കാർ കളി കാണാൻ പോകാം. കളി കാണാൻ പോകുന്നതിനാണ് ഞാൻ പോകില്ലല്ലോ. ഞാൻ എനിക്ക് പന്ത് കളിയോട് അത്ര വലിയ താല്പര്യം. ആരാ പോകുക? പന്ത് കളിയോട് ഇഷ്ടമുള്ള, പന്ത് കളിയോട് പ്രേമമുള്ള ആളുകളൊക്കെ കളി കാണാൻ പോകും. കോട്ടക്കാർ കളി കാണാൻ പോകുന്നു കളിയോട് ഇഷ്ടമുണ്ടായിട്ടാണ്, പന്ത് കളിയോട് ഇഷ്ടമുണ്ടായിട്ടാണ്. മലപ്പുറത്താർ കളി കാണാൻ പോകുന്നു പന്ത് കളിയോട് ഇഷ്ടമുണ്ടായിട്ടാണ്. പക്ഷേ കളി കളി തുടങ്ങിയാൽ പിന്നെ പന്ത് കളി കാണാനാവുന്നതിന് മറന്നിട്ട് എന്താ പറയുക, കോട്ടക്കാർ എത്ര മോശമായി കളിച്ചാലും കോട്ടക്കാരെ പിന്തുണക്കും, മലപ്പുറത്താരെ പിന്തുണക്കും. കളി കാണാനാണല്ലോ ബസ്സിൽ ഇത്രയൊക്കെ ദൂരം യാത്ര ചെയ്ത് തൂങ്ങിപ്പിടിച്ച് വന്നതെന്ന് മറന്ന് യഥാർത്ഥ കളി കാണാനാണെങ്കിൽ നന്നായി കളിക്കണമെന്ന് പ്രോത്സാഹിപ്പിക്കട്ടെ. നന്നായി കളിക്കണമെന്ന് പ്രോത്സാഹിപ്പിക്കണം, അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം, അവനെ പിന്തുണ നൽകണം ഒക്കെ ചെയ്യണം. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അത് മറന്നു, കളി എന്ന കാര്യം മറന്ന് പ്രാദേശികത വന്നു. അതിനല്ലേ പലപ്പോഴും സംഭവിക്കുന്നത്. ഒരു മുസ്ലിമും ഹിന്ദുവും കള്ളൂർ ഷോപ്പിൽ വെച്ചത് കള്ളുടിച്ചിട്ട് തമ്മിൽ തരും. അത് മുസ്ലിം ബന്ധെടുക്കും. മുസ്ലിം കള്ളുടിച്ചു, ഹിന്ദു കള്ളുടിച്ചവനെ പിന്തുണയ്ക്കാൻ ഹിന്ദു ബാധ്യസ്ഥനാണ്, മുസ്ലിം ബാധ്യസ്ഥനാണ്. ആ മതം എന്നത് പ്രാദേശിക എന്നതും ഭാഷ അങ്ങനെ തന്നെ. മനുഷ്യൻ വളരെയേറെ വികാരങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സാധനങ്ങളായതൊക്കെ യഥാർത്ഥത്തിൽ എന്താ, ദൈവത്തിന്റെ ഭൂമി നമ്മളൊരു വരവരച്ചിട്ടാണ് ഇതിനപ്പുറം കോട്ടക്കര അപ്പുറം മലപ്പുറം ഇതല്ലേ ഉള്ളൂ സത്യത്തിൽ. പക്ഷെ എന്നാൽ അങ്ങനെയല്ല, കളിക്കുമ്പോഴത്തും അല്ല, ഒരു മലപ്പുറത്താരൊക്കെ മലപ്പുറം ബാധികൾ, കോട്ടക്കാരൊക്കെ കോട്ടക്കര ബാധികൾ. കളിയിൽ മാത്രമല്ല തല്ലുകൊടുക്കലിനെ തന്നെ മലപ്പുറത്താരും കോട്ടക്കാരും തമ്മിൽ തല്ലാരംഭിച്ച മലപ്പുറത്താരും ചെയ്ത ശേഷി തെറ്റു നോക്കൂല, മലപ്പുറത്താരൊക്കെ മലപ്പുറത്താരും നടക്കും, കോട്ടക്കാരൻ നടക്കും. അതാണ് പ്രാദേശിക, അതാണ് മതം, അതാ സാമുദായിക, അതാ ജാതി. ഇതിൽ ദുർബലം ചെയ്യും. അത് തീർച്ചയായും ഇത് കമ്മ്യൂണിസ്റ്റ് കൊണ്ടിട്ടോ, പറഞ്ഞ മാർച്ചുണ്ട്. നിങ്ങൾക്ക് മാർച്ച് വകയല്ലേ സംഭവം. മാർച്ചത്തിന്റെ പേരിൽ തന്നെ ഈ രാജ്യത്ത് ഒരുപാട് ഭീകരതല്ലേ, നക്സൽ ഭീകരതയെ കുറിച്ച് നമ്മൾ കമ്മ്യൂണിസ്റ്റ് ഭീകരത പറയാറില്ലെങ്കിലും അതല്ലേ സംഭവം ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ വലത് കമ്മ്യൂണിസ്റ്റ് ഇടത് കമ്മ്യൂണിസ്റ്റ് രണ്ട് കമ്മ്യൂണിസ്റ്റായിരുന്നു. എന്നാൽ പോലും വലത് കമ്മ്യൂണിസ്റ്റ് ഇടത് കമ്മ്യൂണിസ്റ്റ് തമ്മിൽ പിരിഞ്ഞത് മാത്രമല്ല, എന്താ മത്സരം. ഇനിയിപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ സീറ്റിന് മത്സരിക്കാം, അസംബ്ലി വരുമ്പോൾ പറയുകയും വേണ്ട. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഉണ്ടായിരിക്കും, ഇതെല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പൊ എല്ലാ മനുഷ്യൻ ജീവിതത്തിൽ ബന്ധപ്പെട്ട എല്ലാറ്റിനും ദുരുപയോഗപ്പെടുത്താൻ കഴിയും, കൂടുതലും മതത്തെയും ദുരുപയോഗപ്പെടുത്തുന്നു എന്നാണ് പ്രശ്നം. തീവ്രവാദ പ്രവർത്തനങ്ങൾ അധികവും ഇസ്ലാമിക തീവ്രവാദം എന്നാണല്ലോ കേൾക്കുന്നത്. എന്തുകൊണ്ട്? അതല്ല എന്ന് ഞാനിപ്പോൾ പറഞ്ഞ വിശദീകരണത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഈ ചോദ്യം വളരെ പ്രസക്തമാകുമായിരുന്നു. ഈ ഭീകരവാദങ്ങളെല്ലാം മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ നടത്തുന്നതാണെങ്കിൽ. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒന്നാം ലോക ഭീകരയുദ്ധം. പക്ഷെ നമ്മൾ ഒന്നാം ലോക യുദ്ധത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വലിയ പ്രശ്നം നിങ്ങൾ നോക്കുമ്പോൾ ഒന്നാം ലോക മഹായുദ്ധങ്ങൾ നമ്മൾ പഠിക്കാം, രണ്ടാം ലോക മഹായുദ്ധങ്ങളെ പഠിക്കാം. മഹാ എന്നതിന് രണ്ടർത്ഥമല്ലേ, വലിയ എന്ന് മാത്രമല്ല മഹത്വമുള്ള എന്ന് അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ഒന്നാം ലോക മഹായുദ്ധം നമ്മൾ പഠിക്കുന്നെങ്കിൽ പുസ്തകം എഴുതിയ നമ്മളാണെങ്കിലും നമ്മുടെ മനസ്സ് പടിഞ്ഞാറിന്റെ മനസ്സാണ്. അതാ പ്രശ്നം. സാമ്രാജ്യത്വ മനസ്സ് ഇപ്പോഴും നമ്മൾ ഇതുകൊണ്ടാ ഗ്രേറ്റ് വേൾഡ് വാർ എന്ന് എഴുതുന്നത്, ലോക മഹായുദ്ധം എന്ന് എഴുതുന്നത്. പക്ഷേ ഒന്നാം ലോക ഭീകരയുദ്ധം, രണ്ടാം ലോക ഭീകരയുദ്ധം, ഹിരോഷിമ നാഗസാക്കി, പിന്നെ അവിടെ നിന്ന് വിയറ്റ്നാമിൽ നിന്ന് ആരംഭിച്ച് 70 രാജ്യങ്ങൾ ഇടപെടും. ഇപ്പോൾ ഏറ്റവും അവസാനം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും എന്താണ് ഈ ഭീകരത എന്ന് അത് സൂക്ഷ്മമായി പഠിക്കണം. തീർച്ചയായും ഭീകരപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാളും ഇസ്ലാം അംഗീകരിക്കുന്നു, ഒരു നിരപരാധിയെ കൊല്ലാതെ വിളിക്കുന്നു എന്ന് മാത്രമല്ല യുദ്ധവേളയിൽ പോലും. അതാണ് പ്രവാചകൻ പറഞ്ഞു, യുദ്ധത്തിൽ പോലും നിങ്ങൾ സ്ത്രീകളെ കൊല്ലരുത്, കുട്ടികളെ കൊല്ലരുത്, വൃദ്ധന്മാരെ കൊല്ലരുത്, ആയുധമില്ലാത്തവരെ കൊല്ലരുത്, പിന്തിരിഞ്ഞു പോകുന്നവരെ കൊല്ലരുത്. അത് യുദ്ധത്തിലെ മര്യാദ. യുദ്ധമില്ലാത്തവർക്ക് പിന്നെ ഭീകരപ്രവർത്തനം നടത്തിയാൽ പിന്നെ എന്ത് ഇസ്ലാം? അതുകൊണ്ട് ഇസ്ലാം അതുമായിട്ട് ഒരു ബന്ധവുമില്ല. മുസ്ലിങ്ങളാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ അതും വസ്തുതാപരമായി അല്ല എന്നതാണല്ലോ സമകാലീന സംഭവങ്ങൾ. പിന്നെ ചിലതൊക്കെ നമ്മുടെ രാജ്യത്ത് സത്യം പുറത്തുവരാൻ കുറച്ച് താമസിക്കും. അത് നമുക്ക് മലേഗാവിന്റെയും മക്ക മസ്ജിദ് സ്ഫോടനത്തിനെയും സംജോത എക്സ്പ്രസ് സ്ഫോടനത്തിനെയും അജ്മീർ സ്ഫോടനത്തിനെയും കഥ വന്നത് അവരൊക്കെ അവിടുത്തെ അസഹ്യ ആളുകൾ പിടികൂടപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട ശേഷം അല്ലെങ്കിൽ വിചാരണയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കാതെ സത്യം മറുവശം പുറത്തുവന്നത്. അപ്പോഴല്ലേ പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ പേര്, അതുപോലെ ലഫ്റ്റനന്റ് കേണൽ പുരോഹിതന്റെ പേരൊക്കെ അപ്പോഴല്ലേ വന്നുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കാര്യങ്ങൾ പുറത്തു വരാൻ കുറച്ച് താമസിക്കും. അത് ഏറ്റവും വിസ്മയകരമായ ഒരു സംഭവം വിജു വി നായർ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഈ 3 ദിവസം മുമ്പ് വായിച്ചാൽ വിജു വി നായർ പുറത്തുകൊണ്ടുവന്ന സംഭവം എന്താണെന്ന് 50 കൊല്ലം മുമ്പ് ഈജിപ്തിലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എംബസി ആക്രമിച്ചു, എംബസി തകർത്തു. അപ്പോൾ ഇത് ഈജിപ്തുകാരാണ് തകർത്തതെന്ന് പറഞ്ഞു. അങ്ങനെ വിചാരണ നടന്നു, പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിച്ചോടെയാണ്, അങ്ങനെ കൊന്നു, ബാക്കിയുള്ളവരെ ജീവന് വരുന്ന ശിക്ഷയ്ക്ക് വിധിച്ചു.
50 കൊല്ലത്തിന് ശേഷം 2005 ഇസ്രായേലിന്റെ മന്ത്രിസഭ പറഞ്ഞു ഞങ്ങളായിരുന്നു ആ സ്ഫോടനം നടത്തിയത്, അത് അതിന്റെ മറ്റൊരു രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ അത് നിർവഹിച്ചായിരുന്നു എന്ന് 2005 ഇസ്രായേൽ ഭരണകൂടം പറഞ്ഞ സംഭവം വിജു വി നായർ മലയാളത്തിലെ പ്രമുഖമായ വാദികൾ ഈ രംഗത്തിൽ ഉദ്ധരിച്ചു. ഞാൻ പറഞ്ഞ അർത്ഥം ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നതിന് അപ്പുറത്തും ചിലപ്പോൾ സത്യങ്ങൾ ഉണ്ടാവും, കാലമേ അത് തെളിയിക്കുള്ളൂ. അതിന് മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിടാൻ വേണ്ടി അമേരിക്ക ചമച്ച ന്യായം എന്തായിരുന്നു? രണ്ടാം ലോകയുദ്ധത്തിൽ അമേരിക്ക ഇടപെടാൻ പറഞ്ഞതിന്റെ കാരണം എന്തായിരുന്നു? അമേരിക്കൻ നാവികസേനയുടെ മുമ്പിൽ ബോംബിട്ടു എന്നായിരുന്നില്ലേ? പക്ഷെ ചരിത്രത്തിൽ പിന്നീട് CIA തന്നെ സമ്മതിച്ചല്ലോ ഞങ്ങളായിരുന്നു അത് ആസൂത്രണം ചെയ്തത് എന്ന്. അപ്പോൾ കാലം കുറച്ച് കാത്തു നിൽക്കും, ചില വസ്തുതകൾ പുറത്തു വരാൻ എന്നതാണ്. എന്നാലും ഞാൻ പറയും, മുസ്ലിങ്ങളായ ആളുകൾ ഒരുപാട് ആളുകൾ ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. അത് ഇസ്ലാമിന്റെ താല്പര്യമല്ല. ഇപ്പോൾ ബോംബെയിൽ ജീവനോടെ പിടികൂടപ്പെട്ട ആൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ പട്ടിണി കിടന്ന് വിഷമിച്ചു, അപ്പൊ എനിക്ക് പൈസ നോക്കുമ്പോൾ ഞാൻ നിന്നു. അപ്പൊ വിൽക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, ആ കൂട്ടത്തിൽ മുസ്ലിങ്ങളായ ആളുകളുണ്ട്. പക്ഷേ ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ ഗുണമില്ലെന്ന് മാത്രമല്ല ദോഷമേ ഉള്ളൂ. ഈ മുസ്ലിങ്ങൾക്ക് ദോഷമാണുള്ളത്, ഇസ്ലാമിക വിരുദ്ധവുമാണ് എന്ന്. മനുഷ്യ സൃഷ്ടിയാണ് മതവും സാഹിത്യവും ശാസ്ത്രവുമെല്ലാം. സാർ നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രത്തിലും സാഹിത്യത്തിലും ഒക്കെ ഒരിക്കലും മനഃശാന്തി കിട്ടാത്തവർ ഒരുപാട് പേരുണ്ട്. അതിന്റെ ഈ രംഗത്ത് ഏറ്റവും പയനീറായിട്ട് നിൽക്കുന്ന ഒരുപാട് പേര് ജീവിതത്തിന്റെ അവസാനം വളരെ വിഷമിച്ചിട്ടാണ് മരിച്ചത്. മതത്തിലും ഒരുപക്ഷെ അതുപോലെ പലരും ഉണ്ടാവില്ലേ. ഇതും മനുഷ്യ സൃഷ്ടി തന്നെ. അപ്പൊ മതത്തിലും ഒരുപാട് പേര് അങ്ങനെ ഉണ്ടാവില്ല. അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് T.S. എലിയട്ടൊക്കെ ഒരു മോറലുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പലതും ചെയ്യുകയുണ്ടായി. വിദ്യാഭ്യാസത്തിന് വിശുദ്ധി നൽകാനാവില്ല എന്നുള്ളൊരു ഒരു കൺക്ലൂഷനാണ് എത്താൻ കഴിയുക. മതത്തിന് ഏത് പരിധി വരെ വിശുദ്ധി ഉണ്ടാവും എന്നുള്ളത് ഈ അടുത്ത് ചോദ്യം ചെയ്യപ്പെട്ടതാണ്. മലഗാവ് ആയിക്കോട്ടെ, ഇനി ക്രിസ്ത്യൻസിന്റെ ഈ അടുത്ത് 2 പള്ളിവച്ചന്മാരെ പിടിച്ചതായിക്കോട്ടെ, മുസ്ലിംസിനെ എണ്ണി പറയാൻ എനിക്കറിയില്ല. അങ്ങനെ പല സംഭവങ്ങളും പിടിക്കുകയുണ്ടായി. അപ്പം ഇതിന്റെ അന്തരം എന്താണ്? നമുക്ക് ഏതുവരെയാണ് സാഹിത്യത്തിനൊക്കെ കുറ്റം പറയാൻ പറ്റുക? അപ്പം ചോദ്യം ഒന്ന്, മതം മനുഷ്യ സൃഷ്ടിയല്ലേ? അല്ല. മതം എന്ന് പറഞ്ഞ മലയാള പദത്തിൽ അർത്ഥങ്ങൾക്കറിയാം, അഭിപ്രായം എന്നുള്ളത്. എന്റെ സുഹൃത്ത് ഫറുസായി പറഞ്ഞതുപോലെ തന്നെ മതം എന്നെ മറ്റൊരു പദമില്ലാത്തതുകൊണ്ടാണ് റിലീജിയൻ മതം എന്ന് ഉപയോഗിക്കാം. ദൈവം മനുഷ്യരാശിക്ക് നൽകിയ ഒരു ജീവിത വ്യവസ്ഥയാണ്. അതൊരു മനുഷ്യ നിർമ്മിതമല്ല എന്നതിന് നമ്മുടെ ചരിത്രത്തിന്റെ തെളിഞ്ഞ വെളിച്ചത്തിൽ രംഗത്ത് വന്ന പ്രവാചകനായ മുഹമ്മദ് നബിയും അദ്ദേഹത്തിലൂടെ സമർപ്പിതമായ ഖുർആനും ഒരു പ്രാവശ്യം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നിരക്ഷരനായില്ല, 40 വർഷം വരെ അക്ഷരാഭ്യാസം പോലുമില്ലാത്ത നിരക്ഷരനായ മുഹമ്മദിലൂടെ സമർപ്പിതമായ ഈ 6236 സൂക്തങ്ങളുള്ള ഖുർആൻ എങ്ങനെയാണ് ഒരു മനുഷ്യ സൃഷ്ടിയാവുക, മനുഷ്യ നിർമ്മിതിയാവുക? അവിടെ 2-3 കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, ഈ ഖുർആൻ എന്നതൊരു ഭാഷയെ സംരക്ഷിച്ചു, ആ ഭാഷാ ഗ്രന്ഥത്തെയും സംരക്ഷിച്ചു. നമുക്കൊക്കെ അറിയാം ഷേക്സ്പിയറുടെ കൃതി അല്ലെ? ഷേക്സ്പിയറുടെ കൃതി മഹത്തരമാണ്, നാടകങ്ങൾ മഹത്തരമാണ്. അതുപോലെ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ്, അല്ലെങ്കിൽ ടോൾസ്റ്റോയുടെ യുദ്ധവും സമാധാനം, എല്ലാം മഹത്തരങ്ങളായ വിശ്വവിഖ്യാതങ്ങളായ സാഹിത്യകൃതിയാണ്. പക്ഷെ അവരുടെ ഭാഷയും ശൈലിയുമൊക്കെ ഇന്ന് അതത് ഭാഷകളിൽ നിലനിൽക്കുന്നുണ്ടോ? അവ മാറി മാറ്റങ്ങൾക്ക് വിജയമായി. ഞാൻ മലയാള ഭാഷയിൽ വായന ആരംഭിക്കുന്നത് 1960കളിൽ വിദ്യാർത്ഥിയായിരിക്കും. ഞാൻ വായിക്കുന്ന കാലത്ത് മലയാള സാഹിത്യകാരന്മാർ തങ്ങളുടെ കൃതികളെ പറഞ്ഞിരുന്ന് ആധുനിക സാഹിത്യമെന്നായി. അല്പം കൂടി അങ്ങ് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ 70കളായപ്പോൾ അത്യാധുനിക സാഹിത്യം എന്ന് പറഞ്ഞു. മുകുന്ദന്റെ ഡൽഹി, ഹരിദ്വാരിൽ മടികൾ മുഴങ്ങുന്നു, ഈ ലോകം അതിലൊരു മനുഷ്യൻ, കാക്കനാടിന്റെ ഉഷ്ണമേഖല, MTയുടെ മഞ്ഞ് ഒക്കെ പുറത്തുനിന്നപ്പോൾ പറഞ്ഞു അത്യന്താധുനിക സാഹിത്യം എന്ന് പറഞ്ഞു. ഇപ്പൊ മലയാള സാഹിത്യകാരന്മാർ പറയുന്നു ഞങ്ങളുടെ ഉത്തരാധുനികമാണ്, പോസ്റ്റ് മോഡേണിസം, ഉത്തരാധുനികമാണ്. എന്റെ ഒരു പുരുഷായുസിൽ ഒരു ഭാഷാ സാഹിത്യത്തിലുണ്ടായ വ്യത്യാസമാണ്. 100 കൊല്ലം മുമ്പൊക്കെയാണ് മുസ്ലിങ്ങളായ ആളുകൾ മലയാളത്തിൽ പുസ്തകം എഴുതാൻ തുടങ്ങി. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല എഴുത്തുകാരൊരാളാണ് സയ്യിദ് സനാഉല്ലാ മഖ്ദൂം. അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചാൽ മനസ്സിലാവുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. പുസ്തകത്തിന് തലക്കെട്ട് കേട്ടങ്ങൾക്ക് ചിരി വരും. എന്താണല്ലോ? താർക്കളിത്ത പോർക്കളം, മത്യമനക്ലേശം, കടോര കുടാരം, ഇതൊക്കെയാണ് പുസ്തകത്തിന്റെ തലക്കെട്ട്. ഇന്ന് ഏതെങ്കിലും പുസ്തകത്തിന് തലക്കെട്ട്, പുസ്തകത്തിന് തലക്കെട്ട് കേട്ടങ്ങൾക്ക് ചിരി വരും. എന്താണല്ലോ? താർക്കളിത്ത പോർക്കളം, മത്യമനക്ലേശം, കടോര കുടാരം, ഇതൊക്കെയാണ് പുസ്തകത്തിന്റെ തലക്കെട്ട്. ഇന്ന് ഏതെങ്കിലും പുസ്തകത്തിന് തലക്കെട്ടുണ്ടോ? ഈ രീതി ഒരു 100 കൊല്ലം കൊണ്ടായത് മാറ്റം. അതേസമയം 14 നൂറ്റാണ്ട് പഴക്കമുള്ള ഖുർആന്റെ ഏതൊരു വാചകവും അറബി ഭാഷ അറിയുന്ന ഏത് ജാതിക്കാരനും ഏത് മതക്കാരനും മനസ്സിലാക്കാൻ കഴിയും. ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥം ഒരു ഭാഷയെ സംരക്ഷിച്ചു, ആ ഗ്രന്ഥത്തെ ഒരു ഭാഷയെ സംരക്ഷിച്ചു. നിങ്ങൾ ഓർത്തോക്കൂ, ലോകത്തിൽ 200 രാജ്യങ്ങൾക്ക് ഭരണഘടന. എന്നാൽ ഏതെങ്കിലും ഒരു ഭരണഘടന അച്ഛനോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം, അമ്മയോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം,
സഹധർമ്മിണികളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം, അയൽക്കാരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം, ബന്ധുക്കളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം, സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെയായിരിക്കണം, സാമൂഹിക വ്യവസ്ഥ എങ്ങനെയായിരിക്കണം, നടക്കുന്നത് എങ്ങനെയായിരിക്കണം, ഇരിക്കുന്നത് എങ്ങനെയായിരിക്കണം, തിന്നുന്നത് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഭരണഘടന എന്നാൽ ഒരു സമ്പൂർണ്ണമായ ജീവിത വ്യവസ്ഥ സമർപ്പിച്ചു. അതാണെങ്കിലോ എക്കാലത്തേക്കും മനുഷ്യരാശിക്ക് പ്രയോജനകരം. എന്റെ സഹോദരൻ മൂത്രമൊഴിക്കുന്നതിലെ ഒരു മര്യാദ, മൂത്രമൊഴിക്കുന്നതിന് പ്രവാചകൻ 5-8 നിർദ്ദേശങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊന്ന്, മൂത്രമൊഴിച്ചാൽ കഴുകണം. 14 നൂറ്റാണ്ടിന് മുമ്പ് ഈ കാര്യം പറഞ്ഞ ഇന്നും ആൾക്കറിയാതെ വൃത്തിയുടെ ഒരു ഭാഗമല്ലേ. രണ്ടാമത് പറഞ്ഞു മറ വേണം, അതൊരു ലജ്ജാബോധത്തിന്റെ ഭാഗമല്ലേ. മൂന്നാമത് പറഞ്ഞു വഴിയിൽ മൂത്രമൊഴിക്കരുത്. ആ വഴി മൂത്രമൊഴിക്കുന്നതിന് നിർദ്ദേശത്തിന് എത്ര പ്രസക്താണ് ഈ കോട്ടൊക്കെ ബസ് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് വേഗം മനസ്സിലാവും. 4ാമത് പറഞ്ഞു കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ പാടില്ല, കാരണം മാലിന്യം. 5ാമത് പറഞ്ഞു മാളത്തിൽ പാടില്ല. 6ാമത് പറഞ്ഞു എല്ലിമേൽ പാടില്ല, കാരണം ജീവജാലങ്ങളുടെ അനാദരമാണ്. 7ാമതായി പറഞ്ഞു അങ്ങനെ മൂത്രത്തിൽ തുപ്പരുത്, കാരണം തുപ്പൽ ഉറുമ്പുകളുടെ ഭക്ഷണം, അത് മൂത്ര തുപ്പല്ല. 8ാമതായി പറഞ്ഞു വൃക്ഷച്ചുവട്ടിൽ മൂത്രമൊഴിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യത്തിൽ നൽകിയ നിർദ്ദേശം. ഇതൊരു മനുഷ്യന് ഇത്ര സമ്പൂർണ്ണമായ സമഗ്രമായ ഒരു വ്യവസ്ഥ മനുഷ്യൻ ഉണ്ടാക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് മനുഷ്യന്റെ സൃഷ്ടാവ് നൽകിയതാണ് എന്ന് പറയാനൊക്കെ. പിന്നെയുള്ള ചോദ്യം, ശാസ്ത്രത്തിനോ സാഹിത്യത്തിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ മനുഷ്യൻ നന്നാക്കാൻ കഴിയില്ല, മതത്തിന് അങ്ങനെ കഴിയാതിരിക്കുന്നില്ല. മതം ഒരിക്കലും അത് സ്വയം അടിച്ചേൽപ്പിക്കുന്നില്ല. എന്റെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു, എടവപ്പാതി വന്നാൽ തവര മുളച്ചു വരുന്ന പോലെ മുതലാളിത്തം ഭാഗമായി ചരിത്രത്തിന്റെ ഭാഗമായി മാറുമ്പോൾ കമ്മ്യൂണിസം വരുമെന്ന്. അങ്ങനെ മതം ഒരിക്കലും അവകാശപ്പെടുന്നില്ല. മതം നല്ലതാണ് എന്നതുകൊണ്ട് മാത്രം നടപ്പാക്കപ്പെടുമെന്നും അത് അവകാശപ്പെടുന്നില്ല. നിങ്ങൾ ഓർത്തോക്കൂ, ഒരു കാര്യം നല്ലതായതുകൊണ്ട് ആളുകൾ സ്വീകരിക്കും. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും പുകവലിക്കും. സിഗരറ്റിന്റെ പാക്കറ്റിന്റെ പുറത്തേക്ക് ഇൻജൂറിയസ് ടു ഹെൽത്ത്, എന്നിട്ട് കോടിക്കണക്കിന് ആളുകളിലെ കോടിക്കണക്കിന് രൂപയുടെ സിഗരറ്റിലെ വലിക്കുന്നത്. ഒരു കാര്യം ചീത്തയായതുകൊണ്ട് ഉപേക്ഷിക്കണമെങ്കിൽ ആരെങ്കിലും മദ്യപിക്കോ? മദ്യപിച്ചാൽ തനിക്ക് ദോഷമാണ്, ഭാര്യയ്ക്ക് ദോഷമാണ്, കുട്ടികൾക്ക് ദോഷമാണ്, നാട്ടിൽ ദോഷമാണ്. എന്നിട്ട് ആളുകൾ കുടിക്കല്ലേ ചെയ്യുന്നത്. ആരോഗ്യത്തിന് ദോഷം, ഡോക്ടറും കൂടി കുടിക്കല്ലേ ചെയ്യുന്നത്. +2 പാസ്സായ ശേഷം കോളേജിൽ പോകാം. കോളേജിൽ പോകുമ്പോൾ അധ്യാപകൻ ക്ലാസ് എടുത്താൽ കുട്ടികൾ തനിക്ക് ദോഷമാണ്, സഹപാഠികൾക്ക് ദോഷമാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നിട്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എവിടെയാണ് കോളേജിന് ആരും പറഞ്ഞിരിക്കേണ്ടത്? മിക്കവാറും കോളേജിൽ അടുത്ത് കൂടെ പോകുമ്പോൾ വേഗം മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അവിടെ കോളേജിൽ വിദ്യാർത്ഥികളാണോ കുറുക്കന്മാരാണോ എന്ന് ചിലപ്പോൾ സംശയം ഉണ്ടാവുന്നത് മാത്രമേ ഉള്ളൂ. അതൊഴിച്ചാൽ ഏതാണ്ട് എല്ലാ സ്ഥാപനം മനസ്സിലാവും. എന്താ കാരണം നിങ്ങൾ തൂക്കുന്നതാണോ? അപ്പൊ ഒരു കാര്യം നല്ലതായതുകൊണ്ട് സ്വീകരിക്കപ്പെടണമെന്നില്ല, ചീത്തയായതുകൊണ്ട് ഉപേക്ഷിക്കപ്പെടണമെന്നില്ല. സ്വീകരിച്ചാൽ നന്മയാണോ എങ്കിൽ അത് നല്ലതാണ്. സ്വീകരിച്ചാൽ നന്മയാണോ എങ്കിൽ അത് നല്ലതാണ്. ഉപേക്ഷിച്ചാലാണ് നന്മയെങ്കിൽ ചീത്തയുമാണ്. ഒരു കാര്യം സ്വീകരിച്ചാലാണ് നന്മയെങ്കിൽ അത് നല്ലതാണ്. ഒരു കാര്യം ഉപേക്ഷിച്ചാലാണ് നന്മയെങ്കിൽ അതാണ് നല്ലത്. ഇനി നിങ്ങൾ ഈ സാഹിത്യ കൃതികളെ കുറിച്ച് ഒന്ന് പരിശോധിച്ചു. അതിൽ പല ജാൻ പോൾ സാർട്രെ റോസ് ടു ഫ്രീഡം, അതിലെ പ്രധാന കഥാപാത്രമാണ് മേജർ. തന്നാൽ ഗർഭിണിയായ മേഴ്സേലിനെ കുട്ടി ശല്യമാണ്, വിവാഹം കുട്ടി ശല്യമാണെന്ന് വിചാരിച്ച് ആ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാൻ വേണ്ടി പണം കട്ടെടുത്താലേ അതിൽ പ്രധാന കഥാപാത്രം മാർക്കുമായിട്ട് വെച്ച് അതല്ലേ. അപ്പോൾ എന്താണ് ഇത്? മനുഷ്യനുണ്ടാക്കുന്ന നന്മയാണെങ്കിൽ നല്ല കാര്യം, തിന്മയാണെങ്കിൽ ചീത്ത കാര്യം. ശാസ്ത്രം വന്നത് മനുഷ്യൻ നന്നാക്കാനുള്ള ഈ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണോ അത് പുറത്തു കൊണ്ടുവരാളാണ് ശാസ്ത്രം. സാഹിത്യം എന്നത് അവന്റെ തർക്കപരമായ കഴിവുകളുടെ പ്രകാശനമാണ്. അതിൽ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, തിന്മയ്ക്ക് ഉപയോഗിക്കാം. ശാസ്ത്രം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. അതാണ് ആറ്റം പിളർത്ത് ബോംബുണ്ടാക്കുന്നത് തിന്മക്കാണ്. അതേ ആറ്റമിന്റെ ശക്തി മനുഷ്യരാശിയുടെ വളർച്ചയ്ക്ക് ഉപയോഗിച്ചാൽ നല്ലതാണ്. കത്തി പോലെയാണ്, കത്തി കൂട്ടാണ്ടാക്കാൻ ഉപയോഗിച്ചാൽ നല്ലതാണ്, കൊല്ലാൻ ഉപയോഗിച്ചാൽ ചീത്ത. അതുപോലെയാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും സാഹിത്യവും ഒക്കെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാൽ നല്ലതാണ്. മതം മൗലികമായി തന്നെ മനുഷ്യൻ നന്നാക്കാനുള്ളതാണ്. അത് ആരെല്ലാം സ്വീകരിച്ചോ അവർക്ക് നന്മയുണ്ടാകാം, ഉപേക്ഷിച്ചോ അവർക്ക് തിന്മയുണ്ടാകാം. ഭൂമി തന്നെ മാറ്റശേഷം പറയേണ്ടതുണ്ട്. മതവും മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മതം മനുഷ്യ നന്മക്ക് എത്ര തന്നെ ഗുണം ചെയ്താലും ഇന്ത്യയെ പോലൊരു മതേതര രാജ്യത്ത് വിവിധ മതങ്ങൾ ഭരണരംഗത്ത് സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചാൽ അത് കൂടുതൽ അപകടകരമാവുകയില്ലേ? ഭരണകൂടത്തിന്റെ മതനിരപേക്ഷ നിലപാടല്ലേ ഇന്ത്യക്ക് കൂടുതൽ അഭികാമ്യം? വളരെ പ്രസക്തമായി ഉയർന്നു വരേണ്ട ചോദ്യമാണ്. മതസഹിഷ്ണുതയുടെ ഭൂമിക മതേതരത്വമോ മതമോ? മതസഹിഷ്ണുതയുടെ ഭൂമിക, മതസഹിഷ്ണുത രൂപം കൊള്ളേണ്ട മതേതരത്വത്താണ് രൂപം കൊള്ളുന്നത് അതോ മതവിശ്വാസം? മതേതരത്വത്തിൽ നിന്നാണെങ്കിൽ പാശ്ചാത്യ മതേതരത്വം ഇന്ത്യയിൽ കടന്നു വരുന്നതിന് മുമ്പ് ഇവിടെ മതസഹിഷ്ണുത ഇല്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരിക. മഹാത്മാഗാന്ധി മതത്തിന്റെ വക്താവോ മതേതരത്വത്തിന്റെ വക്താവോ? എനിക്ക് ധൈര്യമായി പറയാൻ കഴിയും പാശ്ചാത്യ മതേതരത്വത്തിന്റെ കഠിന എതിരാളിയായിരുന്നു മഹാത്മാഗാന്ധി. ആർക്കും വലിയ സംശയം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞാൽ മതമുക്തമായ രാഷ്ട്രീയം മനുഷ്യനെ കൊല്ലുന്ന കെണിയാണ് എന്ന് ഗാന്ധി പറയാനുള്ള കാരണമാണ്. ഗാന്ധിജി മതത്തിന്റെ ശക്തനായ വക്താവായിരുന്നു.
ആ മതത്തിന്റെ ശക്തനായ വക്താവായ ഗാന്ധിജിയെ പോലെ മതസഹിഷ്ണുത പുലർത്തിയ സാമുദായിക സൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊണ്ട ഏതൊരു ആത്മീയ നേതാവാണ് ഇന്ത്യയിലുണ്ട്? വിഭജനത്തെ ഏറ്റവും അവസാനം വരെ എതിർത്ത് മതവിശ്വാസിയായ സനാതന ധർമ്മത്തിൽ അടിയുറച്ച വിശ്വസിച്ച ഗാന്ധി അതേസമയം മതം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരിക്കൽ പോലും ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിട്ടല്ല. സവർക്കറായിരുന്നു ഇന്ത്യ ദ്വിരാഷ്ട്രവാദത്തിന് തുടക്കം കുറിച്ചത്. ഖുർആൻ പരിഭാഷ പുറത്തിറക്കിയ ഖുർആൻ പണ്ഡിതനായ അബുൽ കലാം ആസാദ് വിഭജനത്തിനെതിരെ, ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതന്മാരുടെ സംഘടനയായ ജമഅത്തുൽ ഉലമായ ഹിന്ദു വിഭജനത്തിനെതിരെ, ജമാഅത്തെ ഇസ്ലാമി വിഭജനത്തിനെതിരെ, അതേസമയം വ്യക്തിജീവിതത്തിൽ പോലും മതം പാലിക്കണമെന്ന് നിർബന്ധമില്ലാതിരുന്ന ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് മുസ്ലിം പക്ഷത്ത് വിഭജനത്തിന് മറുഭാഗത്ത് സവർക്കറിന്. അപ്പോൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മതമില്ലാത്ത അവസ്ഥയിൽ നിന്നല്ലേ ഈ രാജ്യത്തിലെ വിഭജനം പോലും ഉണ്ടായത്? സങ്കുചിതമായ സാമുദായികതയും ജാതീയതയുമല്ലേ വിഭജനത്തിലേക്ക് വഴിയൊരുക്കിയത്? മതമാണെങ്കിൽ ഗാന്ധിജിയല്ലേ മതത്തിന്റെ വക്താവാൻ വേണ്ടിയത്? ആസാദല്ലേ വിഭജനത്തിന് വക്താവാൻ വേണ്ടിയത്? ഗാന്ധിജിയല്ലേ വിഭജനത്തിന് വക്താവാൻ വേണ്ടിയത്? അല്ലെങ്കിൽ ജമഅത്തുൽ ഉലമായ ഹിന്ദു ജമാഅത്തെ ഇസ്ലാമിയല്ലേ വിഭജനത്തിന് വക്താക്കളാവാൻ വേണ്ടിയത്? ഇവരൊക്കെ വിഭജനത്തെ എതിർത്തു. ഇനി മതമൂല്യങ്ങൾ, ഇവിടെ മതവികാരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയും മതം ഇടപെടരുത് രാഷ്ട്രീയത്തിൽ പൊതുയോഗത്തിൽ എന്ന് പറയുന്നവരൊക്കെ മതവികാരത്തെ ഉപയോഗപ്പെടുത്തും. എങ്ങനെ? സാമുദായിക വികാരത്തെ ഉപയോഗപ്പെടുത്തും. എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത്? മുസ്ലിം ഭൂരിപക്ഷം നിയോജകമണ്ഡലത്തിൽ ഇപ്പോൾ വരാൻ പോകാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ഒന്ന് പൊന്നാനി, ഒന്ന് മഞ്ചേരി, BJP-കാരൊഴിച്ച് ബാക്കിയൊക്കെ നിർത്തും മുസ്ലിം സ്ഥാനാർത്ഥികളേക്കാണ്. ഇടതുപക്ഷം നിർത്തും, വലതുപക്ഷം നിർത്തും മുസ്ലിം സ്ഥാനാർത്ഥി. കാരണം എന്താണ്? 3 നിയോജകമണ്ഡലം സാധ്യത. ഒന്ന് വയനാട്, മറ്റൊന്ന് പൊന്നാനി, മൂന്നാമത്തെ മലപ്പുറം. അവിടെ 3 സ്ഥലങ്ങളിൽ മിക്കവാറും മുസ്ലിം സ്ഥാനാർത്ഥികൾ വരാൻ സാധ്യത. അല്ലെങ്കിൽ 2 ഏതായാലും അങ്ങനെ സാധ്യത. ഈഴവ ഭൂരിപക്ഷം ഈഴവ സ്ഥാനാർത്ഥി, ക്രിസ്ത്യൻ ഭൂരിപക്ഷം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി. അപ്പൊ മതവികാരങ്ങളെയും സാമുദായിക വികാരത്തെയും ജാതീയ വികാരത്തെയും രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കും. എന്നിട്ട് അവർ പറയുന്നത് മതം ഇടപെടുത്തി. അതാ മതമൂല്യങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുക. കാരണം മതമൂല്യം ഇടപെട്ടാൽ പിന്നെ അഴിമതി പറ്റൂല, സ്വജനപക്ഷപാതം പറ്റൂല, കൈക്കൂലി പറ്റൂല, കള്ളത്തരം പറ്റൂല. അപ്പൊ മതമൂല്യങ്ങൾ ഇടപെടുന്നതിനെതിരാണ് മതവികാരങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. ഇതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ളത്. അതായത് മതസഹിഷ്ണുത മതത്തിൽ നിന്നാണ് ഉണ്ടാവുക എന്നാണ് വിനീതമായി വിശ്വസിക്കുന്നത്. 2 കൗഞ്ചപ്പക്ഷികൾ ഒന്നിച്ചിരിക്കുക, അതിൽ ഒന്നിന് അമ്പെയ്തി വിളിക്കുക, വേറെ നോക്കി മാനിഷാദ പ്രതിഷ്ഠാതമകമശീതമ അവധി കമമോഹിതമെന്ന് പാടിയ വാൽമീകി മഹർഷിയാൽ പരിചയപ്പെടുത്തപ്പെട്ട ആധ്യാത്മികമായ ഇന്ത്യയുടെ സനാതന ധർമ്മത്തെ മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് ഹിംസയുടെ മാർഗം തുടരാൻ സാധ്യമല്ല, പരമത വിദ്വേഷത്തിന്റെ മാർഗം സ്വീകരിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ മഹിതമായ ചരിത്ര പാരമ്പര്യത്തിൽ ഷിബി ചക്രവർത്തിയുണ്ട്. സ്വന്തം പ്രാപിടിയിൽ നിന്ന് പ്രാപനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തിലെ മാംസം അരിഞ്ഞിട്ട് കൊടുത്ത ഷിബി ചക്രവർത്തി ഇന്ത്യയുടെ ഇതിഹാസ കഥാപാത്രത്തിലെ മധുരമായ അധ്യായമാണ്. ആ ഷിബി ചക്രവർത്തിയുടെ പാരമ്പര്യമുള്ള ഇന്ത്യയുടെ ഭരണാധികാരികൾ ഒരിക്കലും ഇതര മതസമൂഹത്തിന് എതിരാവുകയില്ല. ലോകത്ത് ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഏറ്റവും സമാധാനപരമായ മാർഗത്തോടെ നേരിട്ട് മഹാത്മാഗാന്ധിയുടെ അഹിംസാ മാർഗമാണ്. ആ അഹിംസാ മാർഗത്തിന്റെ സ്രോതസ് മതേതരത്വമല്ല, മതവിരുദ്ധതയല്ല, മറിച്ച് അദ്ദേഹം പുലർത്തിയ സനാതന ധർമ്മബോധമായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവകാശപ്പെടുന്നു, യഥാർത്ഥത്തിൽ തന്നെ മതത്തിൽ നിന്നാണ് മതസഹിഷ്ണുതയും സാമുദായികതയും മതസൗഹാർദ്ദവും ഉണ്ടാവുക, അതല്ലാതെ മതനിഷേധത്തിൽ നിന്നോ പാശ്ചാത്യ മതേതരത്വത്തിനോ അല്ല. ഇനി ഞാൻ ഒന്നുകൂടി അവകാശപ്പെടട്ടെ, ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മതസഹിഷ്ണുതയും സാമുദായിക സൗഹാർദ്ദത്തിന് അടിസ്ഥാനം ശുദ്ധമായ മതവിശ്വാസം. ഈ രാജ്യത്ത് 10,000-കണക്കിന് വർഗീയലാപങ്ങളിലൂടെ 10,000-കണക്കിന് ആളുകൾ ക്രൂരമായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഭീകര പ്രവർത്തനങ്ങളും സ്ഫോടനങ്ങളും ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആരാണ് തങ്ങളുടെ ഉറ്റവരെ കൊന്നതെന്ന് പറയാൻ അവകാശമുള്ള ആർക്കാണ്? ഈ രാജ്യത്ത് ക്രൂരമായി കൊല്ലപ്പെട്ട 10,000-കണക്കിന് സഹോദരന്മാരുടെ അമ്മമാരോട് നിങ്ങൾ ചോദിക്കൂ, എന്റെ മകനെ കൊന്നതാരാ, നിങ്ങളുടെ മകനെ കൊന്നതാരാണ്? ഞാൻ വളരെ അഭിമാനത്തോടുകൂടി അനൽപമായ വിനയത്തോടുകൂടി അവകാശപ്പെടുന്നു, ആ സേത് ഹിമാചലം നടന്ന് നിങ്ങൾ ഈ രാജ്യത്തെ ക്രൂരമായി കൊല്ലപ്പെട്ട മുഴുവൻ അമ്മമാരെയും കണ്ട് നിങ്ങളുടെ കുട്ടിയെ കൊന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ അമ്മയും പറയുകയില്ല എന്റെ മകനെ കൊന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാരാണെന്ന്. ഇത് എന്റെ അവകാശവാദമാണ്. എന്റെ ഈശ്വര വിശ്വാസത്തിന്റെ, എന്റെ മരണാന്ത ജീവിത വിശ്വാസത്തിന്റെ, ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ ചിഹ്നബലത്തിൽ നിന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സാക്ഷി നിർത്തിക്കൊള്ളുക എന്റെ അവകാശവാദമാണ്. ഈ രാജ്യത്തെ മക്കൾ നഷ്ടപ്പെട്ട 10,000-കണക്കിന് അമ്മമാരെ നിങ്ങൾ കണ്ടു ചോദിക്കൂ, നിങ്ങളുടെ കുഞ്ഞിനെ കൊന്നതാണ്. ഒരൊറ്റ അമ്മയും പറയില്ല എന്റെ കുഞ്ഞിനെ കൊന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്. നിങ്ങൾ ഈ രാജ്യത്തുടനീളം സഞ്ചരിച്ച് ഈ രാജ്യത്തെ അനാഥരാക്കപ്പെട്ട കൊച്ചുകുട്ടികളോട് ചോദിക്കൂ, നിങ്ങളുടെ അച്ഛനെ കൊന്നതാണ്. ഒരൊറ്റ കുഞ്ഞും പറയില്ല എന്റെ അച്ഛനെ കുഞ്ഞിനെ കൊന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്.
നിങ്ങൾ ഈ രാജ്യത്തുടനീളം സഞ്ചരിച്ച് ഈ രാജ്യത്തെ അനാഥരാക്കപ്പെട്ട കൊച്ചുകുട്ടികളോട് ചോദിക്കൂ, നിങ്ങളുടെ അച്ഛനെ കൊന്നത് ആരാണ്? ഒരൊറ്റ കുഞ്ഞും പറയില്ല എന്റെ അച്ഛനെ കൊന്ന് ജമാഅത്താണ്. നിങ്ങൾ ഈ രാജ്യത്തെ നിത്യവൈദ്യത്തിന് നിതാന്ത വേദനയിലേക്ക് എറിയപ്പെട്ട് കണ്ണീരുമായി കഴിഞ്ഞുകൂടുന്ന എന്റെ പ്രിയപ്പെട്ട 10,000 സഹോദരന്മാരോട് ചോദിക്കൂ, നിങ്ങളുടെ ഭർത്താവിനെ കൊന്നത് ആരാണ്? ഒരൊറ്റ ജമാഅത്താണ് ഒരൊറ്റാളും പറയുകയില്ല എന്റെ ഭർത്താവിനെ കൊന്ന ജമാഅത്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണൂരിൽ പോകാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ലക്നൌവിൽ പോകാം, നിങ്ങൾക്ക് ഡൽഹിയിൽ പോകാം, നിങ്ങൾക്ക് മുംബൈയിൽ പോകാം. നിങ്ങൾ അന്വേഷിക്കൂ. ഇത് അവകാശപ്പെടാൻ ഞാൻ പറയുന്നു, എനിക്ക് സാധിക്കുന്നത് എന്റെ പ്രസ്ഥാനം ഇസ്ലാം എന്ന അടിത്തറയിൽ നിലകൊണ്ടതുകൊണ്ടാണ് ഈ അവകാശവാദം ഉന്നയിക്കാൻ എനിക്ക് കഴിയുന്നത്. ഈ അവകാശവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഈ രാജ്യത്തെ മതസംഘടനകൾക്കും രാഷ്ട്രീയ സംഘടനകൾക്കും എന്ത് സാധിക്കുമോ അത് ഈ രാജ്യത്ത് ഭീകരവാദം ഉണ്ടാവുകയില്ല, തീവ്രവാദം ഉണ്ടാവുകയില്ല, വർഗീയലാഭം ഉണ്ടാവുകയില്ല. മതത്തിന്റെ ഭൂമികയിൽ നിന്നുണ്ടാവട്ടെ മതസഹിഷ്ണുത, സാമുദായിക സൗഹാർദ്ദം എന്നാണ് എനിക്ക് പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇടതുപക്ഷത്തിന് നൽകുകയുണ്ടായി. VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലൊരു ഗവൺമെന്റ്, VSന്റെ നേതൃത്വത്തിലൊരു ഗവൺമെന്റ് ഇവിടെ 3 വർഷമായിട്ട് ഭരിച്ചു വരികയും ചെയ്യുന്നു. എന്തിന്റെ പേരിലാണ് ജമാഅത്തെ ഇസ്ലാമി മതദൈവ നിരാസ ശക്തികൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകിയത്? ആ പിന്തുണ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി 1985 മുതൽ ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്താൻ തുടങ്ങിയ മുതൽ മൂല്യബോധമുള്ള ധർമ്മനിഷ്ഠയുള്ള അഴിമതി മുക്തരായ ആളുകൾക്ക് വോട്ട് ചെയ്തുകൊണ്ടേ. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അത് 3 അജണ്ടകൾ മുന്നോട്ട് വെച്ചു. ഒന്ന്, സാമ്രാജ്യത്വ വിരുദ്ധമായ അതിന് നിലപാട്. 2, വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധമായ നിലപാട്. 3, മുതലാളിത്തപരമായ വികസനത്തിന് പകരം ജനപക്ഷ വികസനം എന്ന 3 അജണ്ടകൾ മുന്നോട്ട് വെച്ചു. ഈ 3 അജണ്ടകളോടും താരതമ്യേന അടുത്തു നിൽക്കും. എങ്ങനെയാ പറയൂ? താരതമ്യേന അടുത്തു നിൽക്കുന്ന ഇടതുപക്ഷമായപ്പോൾ ഇടതുപക്ഷത്തിന് പിന്തുണയായി. ഇതിൽ ഏതാണ്ട് 2 കാര്യങ്ങളിൽ ഇപ്പോഴും താരതമ്യേന ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ച ഈ 3 അജണ്ടകളിൽ 2 എണ്ണത്തിനോട് താരതമ്യേന ഇപ്പോഴും അടുത്തു നിൽക്കുന്നത് ഇടതുപക്ഷമാണ് എന്നതാണ്. അതേസമയം മൂന്നാമത്തൊന്നത് മുതലാളിത്തപരമായ വികസനത്തിന് പകരം ജനപക്ഷ വികസനം, അത് 2 കൂട്ടരും ഇല്ലാത്തതാണ്. 2 കൂട്ടരുടെയും വികസന സങ്കല്പം ഇവിടെ മുതലാളിത്തപരമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ മുതലാളിത്തപരമായ വികസന സങ്കല്പം 2 കൂട്ടരും ഒരുപോലെയാണ്. പിന്തുണ ഇപ്പോൾ നടക്കുന്നത് വെച്ചാൽ അന്നും ഇന്നും പ്രശ്നാധിഷ്ഠമാണ്. ഇപ്പോഴും ശക്തിയായി ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളെക്കാളേറെ ഒരു പ്രതിപക്ഷത്തിന് നിയോഗം നിർവഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പ്രവർത്തകരാൽ നഷ്ടപ്പെടുന്ന മാധ്യമം പത്രമാണ്. ഒരു ഫോർത്ത് എസ്റ്റേറ്റ് എന്ന നിലയിൽ കേരളത്തിന്റെ ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രതിപക്ഷത്തിന് നിലപാട് ഇപ്പോഴും സ്വീകരിക്കുന്നതെന്ന് ഞാൻ വളരെ വിനയപൂർവ്വം അവകാശപ്പെടാം. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മാധ്യമത്തിന്റെ ഒരു കഴിഞ്ഞ 2-3 വർഷത്തെ ആഴ്ചപ്പതിപ്പ്, അതാണല്ലോ ഈ രാജ്യത്തെ അതിന്റെ ആശയങ്ങൾ പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല വീഡിയോ അതിന്റെ ആഴ്ചപ്പതിപ്പാണ്. അതിലൂടെ നിങ്ങൾക്ക് കടന്നുപോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു മുഖ്യ പ്രതിപക്ഷ കക്ഷിയെക്കാളേറെ ഈ രാജ്യത്തെ ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അതൊരു ഫോർത്ത് എസ്റ്റേറ്റിന്റെ മൗലിക ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ മാധ്യമം എന്ന അതിന്റെ ജമാഅത്ത് പ്രവർത്തകർ നഷ്ടപ്പെടുന്ന ഈ പത്രം ഈ രാജ്യത്ത് പ്രശ്നാധിഷ്ഠിതമായ കാര്യങ്ങൾ വിലയിരുത്തുകയും നിരൂപണം നടത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഏത് പക്ഷി അനുകൂലിക്കുമെന്നാൽ ചിലതിൽ കോൺഗ്രസിന് യോജിക്കും, ചിലത് ലീഗിനോട് യോജിക്കും, ചിലത് ലീഗിനെ എതിർക്കും, ചില കോൺഗ്രസ് എതിർക്കും, ചില മാർക്സിസ്റ്റ് പാർട്ടി അനുകൂലിക്കും, ചിലപ്പോൾ അവർ എതിർക്കും, രമേശ് അനുകൂലിക്കും, എതിർക്കും. അത് ജമാഅത്തെ ഇസ്ലാമി ആർക്കും വിജയത്വമില്ല. അത് സ്വയം നിർണയാവകാശമല്ല, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന സ്വയം കാഴ്ചപ്പാടുകളുള്ള സ്വന്തമായ അടിത്തറകളുടെ പ്രസ്ഥാനത്തിന് അത് എല്ലാറ്റിനും നേരെ സ്വീകരിക്കുന്ന ജീവൻ പ്രശ്നാധിഷ്ഠിതമായിരിക്കും എന്നതാണ് എന്റെ മാളത്തിൽ മൂത്രമൊഴിച്ച് ഒരു ഉറുമ്പിനെ പോലും കൊല്ലുന്നത് പാപമാണെന്നും സർവ്വചരാചരങ്ങളെയും സമാന ഭാവത്തോടെ കാണേണ്ടതുണ്ടെന്നും പറയുമ്പോൾ ദിവസേന ഭക്ഷണത്തിനും പ്രത്യേകിച്ചും ആഘോഷവേളകളിലും സാധുമൃഗങ്ങളെ മൃഗീയമായി കൊന്നു തിന്നുന്നത് എന്തിനാണ്? ഈ ഭൂമി സംവിധാനിച്ചതിന്റെ കേന്ദ്രബിന്ദു മനുഷ്യൻ. ഈ ഭൂമിയിലെ ജീവജാലങ്ങളുടെ കേന്ദ്രബിന്ദു മനുഷ്യൻ. വെറുതെയുള്ള അവകാശവാദമാണ്. ജന്മന അവൻ ഇതര ജീവജാലങ്ങളെ അപേക്ഷിച്ച് കഴിവുകൊണ്ടാണ്. സംശയം. കോഴിക്കുഞ്ഞ് മുട്ടയിൽ വീഴുന്ന ഉടനെ നെന്മണി കൊത്തിത്തുന്നു. പശുക്കിടാവ് അമ്മയുടെ അകറ്റി പോയിട്ട് മുല കുടിക്കും. മത്സ്യക്കുഞ്ഞ് നീന്തി തുടിക്കും. പക്ഷെ മനുഷ്യക്കുട്ടിക്ക് കരയാനേ കഴിയുള്ളൂ. മാത്രമല്ല ജന്മവാസന മനുഷ്യൻ വളരെ പിന്നിലാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ കുട്ടികൾക്ക് 17 കൊല്ലമൊക്കെ വിദ്യാഭ്യാസം നൽകിയാൽ MSc അല്ലെങ്കിൽ MCom പാസ്സാവുള്ളൂ. അതേ സമയത്ത് നമ്മുടെ നായ്ക്കളിലെ ആ നായക്ക് 6 മാസത്തെ പരിശീലനം നൽകിക്കുങ്ങൾ, കേവലം 6 മാസത്തെ പരിശീലനം. എങ്കിൽ കേരളത്തിലെ 3.25 കോടി മനുഷ്യര്, ഇന്ത്യയിലെ 110 കോടി മനുഷ്യരെ മാത്രമല്ല ലോകത്തിലെ 650 കോടി മനുഷ്യ ശരീരത്തിന്റെ ഗന്ധം മനസ്സിലാക്കാൻ നായക്ക് ആവശ്യമുള്ള 6 മാസത്തെ പരിശീലനം ജന്മസിദ്ധമായി വമ്പിച്ച കഴിവ് നായക്കുണ്ട്. പക്ഷേ അവയ്ക്കൊന്നും വളർച്ചയില്ല, പുരോഗതിയില്ല, വികാസമില്ല, ഉയർച്ചയില്ല. അതൊരൊറ്റ ജീവിക്കുള്ള മനുഷ്യനാണ്.
അതുകൊണ്ടാണ് അവനേക്കാൾ ശാരീരിക ശേഷിയുള്ള ആനയെ മെരുക്കിയെടുത്ത് അവന് ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് പണിയെടുപ്പിക്കാൻ കഴിയുന്നുണ്ട്. അവനേക്കാൾ കരുത്തുള്ള കടുവയെ കീഴ്പ്പെടുത്തി അടക്കാൻ അവന് കഴിയുന്നുണ്ട്. ആക്രമണശേഷിയുള്ള സിംഹത്തെ വെടിവെച്ച് വീഴ്ത്താൻ അവന് കഴിവുണ്ട്. കാരണം അവന് വിശേഷ ബുദ്ധിയുണ്ട്. അതുപയോഗിച്ച് അവന് കാര്യങ്ങൾ നേടാൻ കഴിയും. അതുകൊണ്ട് ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടിയും കേന്ദ്രബിന്ദുവും മനുഷ്യൻ. ആ മനുഷ്യൻ നിലനിൽക്കാൻ ആവശ്യമായ ഒരു ഘടനയോടുകൂടി അവൻ സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ട് 3 തരം ജീവജാലങ്ങൾ ഭൂമിയിലുണ്ട്. 1 സസ്യബുക്കുകളായ ആളുകൾ, അവർക്ക് പരന്ന പല്ലാണ്. 2 സിംഹം, കടുവ പോലുള്ള ജീവികൾ, അവർക്ക് കൂർത്ത പല്ലുകളാണുള്ള മാംസബുക്കുകൾ. 3 മനുഷ്യനെ പോലെ മിശ്രബുക്കുകൾ, അവർക്ക് പരന്ന പല്ലുകൊണ്ട് കൂർത്ത പല്ലുകൊണ്ട്. അവിടെ ദഹനേന്ദ്രിയവും അങ്ങനെയാണ്, രണ്ടിനും പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ചില ജീവികളെ മനുഷ്യൻ അനിക്കാറുണ്ട്. നിങ്ങൾ ഓർത്തു, ഇവിടെ അനിക്ക് നമ്മൾ അർത്തുന്ന മാത്രമല്ലോ. എന്റെ ശരീരത്തിൽ ഇവിടെ ഒരു മുറിവുണ്ടായി, ആ മുറിയിൽ പുഴുക്കളുണ്ടായി. അത് ഞാൻ വിചാരിക്കാതെ പുഴുക്കൊക്കെ ജീവിക്കാൻ എന്റെ മുറി തന്നെയാണ് ഞാൻ വിചാരിച്ച അവിടെ ജീവിക്കാൻ എനിക്കല്ലേ സാധിക്കോ? അല്ലെങ്കിൽ നമ്മുടെ മുറിയിൽ അണുക്കളുണ്ട്, നമ്മുടെ വയറ്റിൽ അണുക്കളുണ്ട്, ക്രിമികളുണ്ട്. ക്രിമികൾക്ക് ജീവിക്കാനുള്ള എന്റെ വയറ് തന്നെ അവിടെ ജീവിക്കാൻ തീരുമാനിക്കാൻ പറ്റുമോ? ഡോക്ടറെ കണ്ട് അവ ചാകാനുള്ള മരുന്ന് കഴിക്കൂല അവിടെ. അതുപോലെ എന്റെ കട്ടിന്റെ ചോട്ടിൽ മൂട്ടുണ്ട്, ആ മൂട്ടയ്ക്ക് കുടിക്കാനുള്ള എന്റെ രക്തം തന്നെ കുടിക്കട്ടെ വളരട്ടെ ആരെങ്കിലും വിചാരിക്കോ? എല്ലാം നമ്മൾ കൊല്ലൂലേ? അതുപോലെ തന്നെ കൊതുക്കൾ നമ്മൾ മുട്ടയിടും, നമ്മൾ ആ വെള്ളം മലിനമുള്ള വെള്ളത്തിൽ നമ്മൾ മരുന്നൊഴിക്കൂലേ? അപ്പൊ നമ്മുടെ നമുക്കിവിടെ നിലനിൽക്കാൻ ആവശ്യമായ വിധം നമ്മൾ ഇതര ജീവജാലങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടി വരും. ചിലപ്പോൾ അവർ കൊല്ലേണ്ടി വരുന്നു, ചിലപ്പോൾ നശിപ്പിക്കേണ്ടി വരുന്നു. നമുക്കറിയാമല്ലോ സസ്യങ്ങൾക്കും ജീവനുണ്ടായിരുന്നു. അപ്പൊ മുരിങ്ങയുടെ ഒരു ഇതൾ നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ ആ ജീവനെ വേദനിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? അവയ്ക്കും വേദനയില്ലേ? അവ ജീവജാലങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വരും. ഇനി നിങ്ങൾ ഓർത്തു നോക്കൂ, ലോകത്തിലെ മഹാഭൂരിപക്ഷം ജനതയുടെ മുഖ്യമായ ആഹാരം എന്താ? ആഫ്രിക്ക, യൂറോപ്പ് തുടങ്ങിയ നാടുകളിലെ ജനങ്ങളുടെ മുഖ്യമായ ആഹാരം എന്താണ്? മാംസാഹാരമല്ലേ? മാംസവും മത്സ്യവുമല്ലേ യഥാർത്ഥത്തിൽ ലോക ജനസമൂഹത്തിന്റെ ഭക്ഷ്യ ആവശ്യങ്ങൾ നിർവഹിക്കുന്നത്, സുപ്രധാനമായി പങ്കുവയ്ക്കുന്നത്? അതുകൊണ്ട് ആവശ്യാനുസരണം ഇത് ഉപയോഗപ്പെടുത്താം, അനാവശ്യമായി ചെയ്യാൻ പാടില്ല. അങ്ങനെ അതുകൊണ്ടാണ് മാളത്തിന് മൂത്രമൊഴിക്കേണ്ടത് ആവശ്യമില്ല. മാളത്തിൽ മൂത്രമൊഴിച്ചാൽ കൊതുക്കൾ ഉണ്ടാവില്ലെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ മാളത്തിൽ മൂത്രമൊഴിച്ചാൽ കൊതുകില്ലാതെയാവില്ല. മനസ്സിലായത്? അതുപോലെ തന്നെ അനാവശ്യമായി നമുക്ക് പഴം തിന്നു. പക്ഷെ ഒരു കുട്ടി ഒരു പഴത്തെ കല്ലെറി, ഒരു മരത്തെ കല്ലെറി. പ്രവാൻ ചോദിച്ചു, എന്തിനാ പഴമില്ലാത്ത മരത്തെ കല്ലെറിയുന്ന മോനെ? ഒന്നും തമാശക്കാം. നബി തിരുമേനി പറഞ്ഞു, അരുത് മോനെ, ആ മരത്തിന് വേദനിക്കും. അരുത് മോനെ, ആ മരത്തിന് വേദനിക്കുമെന്നും. പഴമില്ലാത്ത മരത്തെ കല്ലെറിയാൻ പാടില്ല. ആവശ്യമില്ലാതെ ഒരു ജീവയെ മനിക്കാൻ പാടില്ല. പാമ്പിനെ നമുക്ക് കൊല്ലാം, പക്ഷേ മാളത്തിലേക്ക് പോകുന്ന പാമ്പിനെ കൊല്ലാൻ പാടില്ല എന്നാ പ്രവാചകൻ പറഞ്ഞത്. കടിക്കാൻ വരുന്ന പാമ്പിനെ കൊല്ലാം, മാളത്തിലേക്ക് പോകുന്ന പാമ്പിനെ കൊല്ലാൻ പാടില്ല. അനാവശ്യമായി ഒരു ജീവി അനിക്കാൻ പാടില്ല. മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി അവരുടെ ഭക്ഷ്യ ആവശ്യങ്ങൾ, അവരുടെ രോഗശമനം പോലുള്ളവർക്ക് ചിലപ്പോൾ ഇത് വേണ്ടി വരും. അത് നമ്മളെല്ലാവരും ചെയ്യും. സസ്യങ്ങൾക്കും ജീവനുണ്ട്. മതാത്മകമായ രാഷ്ട്രീയ പ്രവർത്തനം എന്നത് സ്വീകാര്യമാണെങ്കിൽ സംഘപരിവാറിനെ കുറിച്ചുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് എന്താണ്? മതാത്മകമായ രാഷ്ട്രീയ നിലപാട് സ്വീകാര്യമാണെങ്കിൽ അത് ഇവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങൾ സ്വീകരിക്കുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ സ്വാഭാവികമായും സംഘപരിവാർ അധികാരത്തിലെത്തുക എന്നതല്ലേ സംഭവിക്കുക? അതിനെ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി നോക്കിക്കാണുന്നത്? ഒന്ന് മതാത്മകമായ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എന്താണ് മതം? ആ കാഴ്ചപ്പാടിലൂടെ പ്രശ്നം. ആരാധനാനിഷ്ഠമായ അനുഷ്ഠാനനിഷ്ഠമായ ഒന്നാണ് മതം എന്നാണ്, അഥവാ അത് കേന്ദ്രീകൃതമായ ഒന്നാണ് മതം എന്ന കാഴ്ചപ്പാടുണ്ടാവുമ്പോൾ തീർച്ചയായും ഈ ചോദ്യം പ്രസക്തമാണ്. അങ്ങനെയുള്ള ഒരു മതം, അഥവാ ആരാധനാനിഷ്ഠമായ ആചാരബന്ധിതമായ അനുഷ്ഠാന കേന്ദ്രീകൃതമായ ഒന്നാണ് മതമെങ്കിൽ അത് മനുഷ്യ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ജീവിത വ്യവസ്ഥയല്ല എങ്കിൽ മതം അപകടകരമാണ്. അതിനുവേണ്ടി നിലകൊള്ളുന്ന അപകടകരമാണ്. മതചിഹ്നങ്ങളാണ് മതചൈതന്യത്തെക്കാൾ ഒരു ജനതയ്ക്ക് വലുതെങ്കിൽ അതും അപകടകരം തന്നെയാണ്. ഇവിടെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ RSSനെ കുറിച്ചാണ് ചോദ്യം. RSS ഹൈന്ദവ ധർമ്മത്തെ, ഹൈന്ദവ മതം എന്നവർ ഹൈന്ദവ പുരോഹിത സന്യാസിമാർ ആരും പറയാൻ ഇഷ്ടപ്പെടുകയില്ല, മറിച്ച് പറയുക സനാതന ധർമ്മമെന്ന്. സനാതന മഹർഷിയുടെ ധർമ്മോപദേശങ്ങളിൽ കേന്ദ്രീകൃതമായതുകൊണ്ട് സനാതന ധർമ്മം എന്നാണ് ഹൈന്ദവ പണ്ഡിതന്മാർ, വിശേഷിച്ചും ഇപ്പോഴത്തെ നമ്മുടെ വേദാന്ത പണ്ഡിതന്മാർ, ഹൈന്ദവ വേദാന്ത പണ്ഡിതന്മാർ ഉപയോഗിക്കാറുള്ളത് സനാതന ധർമ്മമെന്നാണ്. അത് സനാതന മഹർഷിയുടെ ഉപദേശങ്ങളിൽ കേന്ദ്രീകൃതമാണ്. അതുകൊണ്ട് തന്നെ സനാതന ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒന്നാണ് RSS എന്ന് ഞാൻ വിശ്വസിക്കുന്നേ. അതിന് ഹൈന്ദവ മതവുമായും ബന്ധമുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. കാരണം ശ്രീരാമചന്ദ്രൻ, നമുക്ക് പറയാമല്ലോ, വാൽമീകി മഹർഷിയാൽ പരിചയപ്പെടുത്തപ്പെട്ട ശ്രീരാമചന്ദ്രജി എന്തിനാണ് സ്വന്തം സഹധർമ്മിണിയായ സീതയെ കാട്ടിലേക്ക് അയച്ചത്? തന്റെ രാജ്യത്തെ പ്രജകളുടെ വികാരം വ്രണപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ രാജ്യത്തെ പ്രജകളുടെ വികാരം ശ്രീരാമചന്ദ്രജി എന്തിനാണ് സ്വന്തം സഹധർമ്മിണിയായ സീതയെ കാട്ടിലേക്ക് അയച്ചത്?
തന്റെ രാജ്യത്തെ പ്രജകളുടെ വികാരം വ്രണപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ രാജ്യത്തെ പ്രജകളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് സ്വന്തം സഹധർമ്മിണിയെ കാട്ടിലേക്ക് അയച്ച, അവിടെ വെച്ച് ലവകുശന്മാരെ പ്രസവിക്കേണ്ടി വന്ന സ്വന്തം സഹധർമ്മിണിയെ വേദനയോടുകൂടി കാട്ടിലേക്ക് അയച്ച ശ്രീരാമചന്ദ്രയുടെ പാരമ്പര്യം മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് ഹിംസയുടെ നേരിയൊരു അക്ഷരം സ്വീകരിക്കാൻ സാധ്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാൽമീകി മഹർഷിയുടെ ആദികാവ്യം എന്നാണ് അദ്ദേഹത്തിന്റെ കവിതയെക്കുറിച്ച് പറഞ്ഞത്. ആദികാവ്യം, ആ ആദികാവ്യത്തിന്റെ വക്താക്കൾക്ക് ഒരിക്കലും സ്വീകാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഹൈന്ദവ ധർമ്മത്തിലോ സനാതന ധർമ്മത്തിലോ ഹൈന്ദവ മതത്തിലോ അധിഷ്ഠിതമല്ല RSS. അത് ഉയർത്തിപ്പിടിക്കുന്നത് വംശീയതയാണ്. അത് ഉയർത്തിപ്പിടിക്കുന്നത് വംശീയതയായതുകൊണ്ട് വംശീയതയോട് ജമാഅത്ത് ഈ വംശീയതയോട് മാത്രമല്ല വെള്ളവംശീയതയോടും പാശ്ചാത്യ വംശീയതയോടും അതിനെ എതിർപ്പാണ്. എല്ലാ വംശീയതയും മാനവവിരുദ്ധമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ വംശീയതയും എല്ലാ ജാതീയതയും എല്ലാ സാമുദായികതയും, മുസ്ലിം സമുദായത്തിന്റെ സാമുദായികത ഉൾപ്പെടെയുള്ള എല്ലാ സാമുദായികതയും എല്ലാ ജാതീയതയും എല്ലാ വംശീയതയും എല്ലാ വർണ്ണപരതയും മാനവവിരുദ്ധമാണ്. അതുകൊണ്ട് മാനവവിരുദ്ധമായ കാഴ്ചപ്പാട് സ്വീകരിച്ച എല്ലാവരെയും ജമാഅത്ത് ഇസ്ലാമി വിയോജിക്കുന്നു. അഭിപ്രായ ഭേദമുണ്ട്, അതിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന അധിഷ്ഠിതമായ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരു പിൻതലമുറക്കാരിയാണ് ഞാൻ. എനിക്ക് നമ്മളുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്നതായ ഒരു ജീവിതമാർഗമുണ്ട്. അതായത് ഒരു സൈനികനെയും അയക്കാതെ, ഒരു ആയുധത്തിന്റെ ബലവുമില്ലാതെ അധർമ്മത്തിനെതിരെ മാത്രം പൊരുതി സത്യവും ധർമ്മവും നീതിയും ന്യായവും അഹിംസയും നിലനിർത്തി ഈ ലോകത്തിലെ സർവ ചരാചരങ്ങളെയും ഒരു കുടുംബത്തിലെ അംഗങ്ങളായി കണ്ട് എല്ലാ സുഖങ്ങളും ത്യജിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു പൂർവികർ നമുക്കുണ്ടായിരുന്നു. ആ ജീവിതത്തെ നമ്മൾ മറികടന്നുകൊണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വെറും മാരകമായ പീഡനങ്ങൾക്ക് അടിമപ്പെട്ട് വളരെ ദയനീയമായ ഒരു സ്ഥിതിയിൽ മതത്തെ കൊണ്ടുചെന്നെത്തിച്ച് വളരെ മതസൗഹാർദ്ദ റാലികളും മറ്റും നടത്തി നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതായ ഒരു വലിയൊരു ദുസ്ഥിതി നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. ഇതിന് ജമാഅത്ത് ഇസ്ലാമി എന്ത് ചെയ്തു എന്ന് എനിക്കറിയണം. കാരണം ഞാനും അതിനൊരു ഭാഗവാക്കായി ഇതിനു വേണ്ടി ഒരുപാട് ക്ലാസുകൾ അല്ലെങ്കിൽ ഒരുപാട് വേണ്ടി ഗാന്ധിയൻ മാർഗത്തിലൂടെ നടന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ദുസ്ഥിതി ഇനിയും തുടരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഈ സ്നേഹസംഗമം നമുക്ക് അത്യാവശ്യമാണ്. ഇനിയും എങ്ങനെ ഉണ്ടാവണം, ഇത് എന്ത് നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ എന്ത് നമുക്ക് ഇതിനൊരു മുൻവിധി എടുക്കാൻ കഴിയും എന്ന് അറിയുന്ന ഒരു വലിയ താല്പര്യമുണ്ട്. രണ്ട് പ്രസക്തമായ വശങ്ങളാണ്. ഒന്ന്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. വളരെ മൗലികമായ ഒരു ആശയമാണ്. ശ്രീനാരായണ ഗുരു അത് പറയേണ്ടി വന്ന സാഹചര്യവും ഒരു ചരിത്രപരമായ പ്രത്യേക സാഹചര്യമായി നമുക്കറിയാം. ജാതീയത കൊണ്ട് പൊറുതിമുട്ടിയ കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ ജാതി പീഡനത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ രംഗത്ത് വന്ന കേരളത്തിലെ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരു സവിശേഷമായ ഒരു സാമൂഹ്യ മത സാഹചര്യത്തിലായിരുന്നു, ജാതി സാഹചര്യത്തിലായിരുന്നു അത് പറഞ്ഞത്. തീർച്ചയായും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയം ആ തലത്തിൽ നിന്ന് വളരെ മഹത്തരമാണ്, ഉജ്ജ്വലമാണ്. അതേ ശ്രീനാരായണ ഗുരു തന്നെ ഉയർത്തിപ്പിടിച്ച ചില വീക്ഷണങ്ങൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് അംഗീകരിക്കുന്നതിൽ വളരെ നിഷ്ഠയുണ്ടായിരുന്നു എന്നാണ്. അതിൽപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ അദ്വൈത ദർശനം. ആ അദ്വൈത ദർശനത്തിൽ അതിശക്തമായും അദ്ദേഹം ഊന്നൽ നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് കേരളീയ ജാതി വ്യവസ്ഥക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഉജ്ജ്വലമായ രാജപാതയിലെ ഏറെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്ന് സംശയമില്ല. അത് അംഗീകരിക്കാൻ ഏവർക്കും കഴിയും. പിന്നെ മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് രണ്ടാമത്തെ ചോദ്യം. ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ നിരാകരിച്ചു എന്നതാണ് ആധുനിക ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും കടുത്ത പ്രശ്നം. ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ നമുക്ക് നന്നായി അറിയാമല്ലോ. ഏറ്റവും അവസാനമായി നവകാലിയിലെ കൂട്ടക്കൊല നടക്കുമ്പോൾ ഹൃദയം നൊന്ത് അദ്ദേഹം സത്യാഗ്രഹം അനുഷ്ഠിച്ചു. അതുപോലെ തന്നെ വാക്കുപാലിക്കാൻ വേണ്ടി അദ്ദേഹം അനുഷ്ഠിച്ച സത്യാഗ്രഹം അഥവാ ഭൗതികമായ നഷ്ടത്തെക്കാളേറെ മൂല്യബോധങ്ങൾക്ക് പ്രാധാന്യം നൽകും, മൂല്യത്തിന് പ്രാധാന്യം കൽപ്പിക്കും. അതായിരുന്നു ഗാന്ധിജി. ഭൗതികമായ ലാഭനഷ്ടങ്ങളെ പരിശോധിക്കുന്ന പകരം മൂല്യപരമായി ശരിയോ തെറ്റോ നോക്കും. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ പറയുന്നു അതിലേക്ക് കരുതുന്നത് ജാതിയും സമുദായവും ദേശവും ഭാഷയും പ്രാദേശികതക്കും അപ്പുറം, ഭൗതികമായ നേട്ടവോട്ടങ്ങൾക്കപ്പുറം ചെയ്യുന്നതിന്റെ ശരി തെറ്റിയെന്ന് മൂല്യമാനദണ്ഡങ്ങളിലൂടെ വിലയിരുത്തുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ഓടിക്കേറിയ മനുഷ്യൻ ശരീരത്തിന് മുറിവേറ്റു. അല്ലെങ്കിൽ ബന്ധു മരിച്ചു വിചാരിക്കണം. ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ 3 ആൾ ഓടിക്കേറി, 3 ആൾ ബന്ധു മരിച്ചു. ലാഭമോ നഷ്ടമോ? ഭൗതിക കാഴ്ചപ്പാടി നഷ്ടമാണ്. ഒരാൾ മരിക്കുന്നതിന് വേറെ 4 ആൾ മരിച്ചു. പക്ഷെ അതൊരു നഷ്ടമാണ്.
മാനവതയുടെ അന്യന്തരങ്ങളുടെ മഹാപ്രയാണത്തിൽ ഞാൻ ഒരിക്കലും പറയുകയില്ല അതൊരു നഷ്ടമാണ്. ഒരാൾ വെച്ച് മരിക്കാൻ പോകുകയാണ്, ആൾ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ വെട്ടിലേക്ക് ഓടിക്ക്, നിർഭാഗ്യവശാൽ നിങ്ങളും കൂടെ മരിച്ചു. അതൊരു നഷ്ടമാകുന്നത് മരണശേഷം ഒരു ജീവമില്ലാതിരിക്കുമ്പോഴും കാര്യങ്ങളെ തീർത്തും ഭൗതികതയിലൂടെ നോക്കിക്കാണുമ്പോഴാണ്. മരിച്ച് മാനവരാശിയുടെ മഹാപ്രയാണത്തിലെ അവരുടെ സംസ്കാരത്തിന്റെ ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരു അധ്യായമായി അത് നിലനിൽക്കും എക്കാലവും എന്നതാണ് വസ്തുത. അതുകൊണ്ട് മാനദണ്ഡങ്ങൾ നമ്മുടെ മാറേണ്ടത്. മാനദണ്ഡം ലാഭഛേദങ്ങൾക്കപ്പുറം മൂല്യപരമായി മാറണം. ഞാൻ വിശ്വസിക്കുന്നു ഗാന്ധി അംഗീകരിച്ചു. പാകിസ്ഥാന് കൊടുക്കാൻ നിശ്ചയിക്കപ്പെട്ട പണം കൊടുക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറാവുന്നപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണല്ലോ ഗാന്ധി സത്യാഗ്രഹം എത്തിച്ചത്. അവ ഭൗതികമായി നഷ്ടപ്പെട്ടാലും മൂല്യങ്ങൾ മുറുകെ പിടിക്കണമെന്നായിരുന്നു ഗാന്ധിയുടെ ആശയം. ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നത് ആ മൗലികമായ അടിത്തറയിൽ ഗാന്ധിയൻ ദർശനത്തോടാണ്. അത് ആ ഭൗതികമായ ലാഭനഷ്ടങ്ങൾക്കപ്പുറം മൂല്യപരമായി കാര്യങ്ങൾ നോക്കിക്കാണാൻ കഴിയുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു അവകാശവാദം ഉന്നയിച്ചല്ലോ. ആസേത് ഹിമാചലം, കന്യാകുമാരി മുതൽ നിങ്ങൾക്ക് ഡൽഹി മുതൽ നിങ്ങൾക്ക് കാസർഗോഡ് എന്ന് തിരുവനന്തപുരം നടന്നാൽ ഒരൊറ്റ ജമാഅത്ത് ഇസ്ലാമിക്കാണ് ഈ രാജ്യത്ത് ഒരു കൊല നടത്തിയത് പറയാൻ ഒരാൾക്ക് കഴിയില്ല എന്നൊരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നത് ഗാന്ധിയൻ ദർശനത്തിന്റെ ഒരു മൂല്യത്തെ ഈ രാജ്യത്ത് സ്ഥാപിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു ജമാഅത്ത് ഇസ്ലാമിക്കാണ്. അതുകൊണ്ട് തീർച്ചയായും അതായിരിക്കും ജമാഅത്ത് ഇസ്ലാമിക്ക് ഈ രാജ്യത്ത് നിർവഹിക്കാൻ നിയോഗം. എന്ന് ജമാഅത്ത് ഇസ്ലാമി ഇങ്ങനെയാവുന്നു അന്ന് നിങ്ങൾ അതിനോട് സഹകരിച്ചാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഒത്തുകൂടിയ നിങ്ങൾ ഈ രാജ്യത്തിന്റെ വാര്യകൾ, ഈ രാജ്യത്തിന്റെ മാസികൾ, ഈ രാജ്യത്തിന്റെ ചാനലുകൾ പറയുന്നതിനപ്പുറം ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രവർത്തകന്മാരാൽ അനുഭവിച്ചറിഞ്ഞവരാണ്. എന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അഭിപ്രായം പറയാൻ അവകാശമുള്ള എന്റെ പ്രിയപ്പെട്ട എന്റെ കുടുംബിനിക്കാണ്, അത് കഴിച്ചാൽ എന്റെ മക്കൾക്കാണ്, അത് കഴിച്ചാൽ എന്റെ അടുത്ത ബന്ധുക്കൾക്കാണ്, അത് കഴിച്ചാൽ എന്റെ അയൽക്കാർക്കാണ്, അത് കഴിച്ചാൽ എന്റെ പ്രസ്ഥാനത്തിലെ എന്റെ അനുയായികൾക്കാണ് എന്നെക്കുറിച്ച് അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. അത് കഴിച്ചാൽ എന്റെ സമൂഹത്തിനാണ് പറയാനുള്ളത്. ഞാനുമായി ഇടപഴകുന്നവരാണ് എന്നെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുമായി ഇടപഴകുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരെ കുറിച്ച് ഏറ്റവും കൂടുതൽ അഭിപ്രായം പറയാൻ നിങ്ങൾക്കാണ് കഴിയുക. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ ജമാഅത്ത് പ്രവർത്തകന്മാരും അവര് ഗാന്ധി ഉയർത്തിപ്പിടിച്ച മാനവികതയുടേതായ, ഗാന്ധി ഉയർത്തിപ്പിടിച്ച ഹിംസാ വിരുദ്ധമായ കാഴ്ചപ്പാടിന്റെ കാണപ്പെടുന്ന രൂപങ്ങളാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്, നിങ്ങൾ ബന്ധപ്പെടുന്ന ജമാഅത്ത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ അവരെ ക്ഷണിച്ചിട്ട് ഈ ഞായറാഴ്ച ദിവസം ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടി പങ്കെടുക്കാൻ നിങ്ങൾ വന്നത്. ആ സഹൃദയത്വത്തിന് ഒരിക്കൽ കൂടി ഞാൻ എന്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഒരാൾക്ക് ഒരു സംഖ്യ കടം കൊടുക്കുന്നു, പലിശ വാങ്ങുന്നില്ല. 10 വർഷം കഴിഞ്ഞ് അതേ സംഖ്യ തന്നെ തിരിച്ചു വാങ്ങുന്നു. അപ്പോൾ കൊടുത്ത സംഖ്യയുടെ മൂല്യത്തിൽ വളരെയധികം കുറവുണ്ടാവുകയില്ലേ? മൂല്യം നിലനിർത്താൻ വേണ്ടിയുള്ളതല്ലേ പലിശ? മൂല്യം നിലനിർത്താൻ വേണ്ടിയാണെങ്കിൽ അതിനർത്ഥം രാജ്യത്തെ സംഭവിക്കുന്ന നിരന്തരമായ മൂല്യശോഷണങ്ങൾക്ക് വിധേയമാവുന്ന ഈ മൂല്യശോഷണം പോലും ഒരു മുതലാളിത്ത സമ്പദ്ഘടനയുടെ അനിവാര്യമായ ദുരന്തമാണ്. മൂല്യശോഷണങ്ങൾ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് ഒരു മുതലാളിത്ത സമ്പദ്ഘടന അനിവാര്യമായ ദുരന്തമാണ്. പലിശ ഒരു സാമൂഹ്യ വിപത്താണ്. ഞങ്ങൾക്ക് വേഗം വന്ന മനസ്സിലാക്കാൻ എന്റെ ഷർട്ട് ഇതിന്റെ പരുത്തി കൃഷി ചെയ്ത് ഗുജറാത്തിലെ പരുത്തി കർഷകൻ അദ്ദേഹം ബാഗിൽ നിന്ന് കടമെടുത്തു, അദ്ദേഹത്തിന് കൊടുക്കുന്നു 12%. ആ 12% കുപ്പായത്താണ്. അവിടെ നിന്ന് ബോംബെയിലെ മില്ലിലേക്ക് കൊണ്ടുവന്ന മില്ല് ട്രക്ക് മുതലാളിയുടെ കോടികളെ വാങ്ങി, അതുകൊണ്ട് അയാളുടെ 15% കുപ്പായത്താണ്. അതേ അവിടുത്തെ മില്ലുടമയും വാങ്ങിയിരിക്കുന്നു കോടികൾ, അയാളുടെ 15% കുപ്പായത്താണ്. അവിടുന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്ന ട്രക്ക് മുതലാളിയുടെ 15% കുപ്പായത്താണ്. ഈ അവസാനം കോട്ടക്കലെ കച്ചവടക്കാരനായ ആൾ കടം വാങ്ങിയിരിക്കുന്നു, അയാളെ 12% കുപ്പായത്താണ്. ടൈലറുടെ 6% കുപ്പായത്താണ്. നിങ്ങൾക്ക് നോക്കൂ, വില വർധനവിൽ എന്തൊരു പങ്കാണ് ഈ രാജ്യത്തെ പലിശ വ്യവസ്ഥ വഹിക്കുന്നത്. 1 കോടി രൂപ മുടക്കി ഒരു സ്കാനിംഗ് മെഷീൻ ഒരു ആശുപത്രി സ്ഥാപിച്ചാൽ 15 ലക്ഷം രൂപ അയാൾ പലിശ കൊടുക്കണം. നേരം വെളുത്ത് വൈകുന്നേരമായോ 4500 രൂപ അയാൾ പലിശ കൊടുക്കണം. അതിന്റെ അർത്ഥം അവിടെ 10 ആളുകൾ സ്കാനിങ്ങിന് വിധേയമായാൽ ഒരാൾ കൊടുക്കുന്ന പൈസയിൽ 450 രൂപ ബാങ്കിലാണ്. ഇതാണ് സംഭവം. നേരം വെളുത്ത് വൈകുന്നേരമായോ 1 കോടി രൂപയ്ക്ക് ഒരു ബാങ്കിന്റെ കടമെടുത്ത് സ്കാനിംഗ് മെഷീൻ വാങ്ങിയ ഒരു ആശുപത്രി നിങ്ങൾ പോയാൽ 10 ആളുകൾ ചെയ്താൽ ഒരാൾ കൊടുക്കുന്ന 450 രൂപ പലിശയാണ്. അതാണ് ഈ രാജ്യത്തിന്റെ പലിശ വ്യവസ്ഥയുടെ അവസ്ഥ. അപ്പോഴാണ് നമ്മൾ ഗർഭധാരണ രോഗമാണ്. ഇവിടെ നോക്കുമ്പോൾ മത്സ്യങ്ങൾക്ക് ഗർഭധാരണ രോഗമല്ല, ഇഴജീവികൾക്കല്ല, കന്നുകാലികൾക്കല്ല. നമ്മുടെ സഹോദരിമാർ ഗർഭം ധരിച്ചാൽ 1 മാസമായി 2 മാസമാകുമ്പോൾ സ്കാൻ ചെയ്യുന്നത്. പിന്നെ ഒരു 5 മാസമാകുമ്പോൾ കുട്ടിക്കെന്തോ ഒരു ചെരിവുണ്ട്, ഇടത്തോട്ടാണ് തോന്നുന്നു. 7 മാസം കഴിയുമ്പോൾ തോന്നുന്നു വലത്തോട്ടൊരു ചെരിവുണ്ട്. 8ാമത്തെ മാസം ചെല്ലുമ്പോൾ പിന്നിക്കെന്തോ ഒരു ചെരിവില്ല. കാരണം ഇത് നഷ്ടാക്കാൻ നിവൃത്തിയില്ല. ഞാൻ നേരം കൊടുത്ത് വൈകുന്നേരമായ പൈസ കൊടുക്കലേ, 4000 ഉറുപ്പിക കൊടുക്കലേ ബാങ്കിക്ക്. അവിടെയാണ് ഗർഭധാരണം പോലും രോഗമായി മാറുന്നത് നമ്മുടെ രാജ്യം. ഇതാണ് പലിശ വ്യവസ്ഥയുടെ പ്രശ്നം. നമ്മുടെ ദേശീയ വരുമാനത്തിന്റെ 28% പലിശ കൊടുക്കുന്നത്. അഥവാ നിങ്ങൾ പെട്രോള്
ഇവിടെ ഈ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുമ്പോൾ 1 രൂപ നിങ്ങൾ ഈ രാജ്യത്ത് ടാക്സ് കൊടുക്കണമെങ്കിൽ 28% പലിശ. അതാണ് പലിശ വ്യവസ്ഥയുടെ പ്രശ്നം. പിന്നെ മൂല്യശോഷണത്തിന്റെ പ്രശ്നം. അതിലൊരു പ്രശ്നം കാഴ്ചപ്പാട്. എനിക്ക് എന്റെ കൈവശമുള്ള 10 രൂപ എന്റെ ടാക്സ് കൊടുക്കണമെങ്കിൽ 28% പലിശ. അതാണ് പലിശ വ്യവസ്ഥയുടെ പ്രശ്നം. പിന്നെ മൂല്യശോഷണത്തിന്റെ പ്രശ്നം. അതിലൊരു പ്രശ്നം കാഴ്ചപ്പാട്. എനിക്ക് എന്റെ കൈവശമുള്ള 10 രൂപ എന്റേത് മാത്രമാണ് എന്ന ബോധം ഈ ചോദ്യത്തിന് പിന്നുണ്ട്. ആ ബോധം നമ്മുടെ സമൂഹത്തിലെ തെറ്റായ പൊതുബോധമാണ്. എന്റെ വശം 10 രൂപയുണ്ടെങ്കിൽ എന്റെ മൗലികമായ ആവശ്യം കഴിഞ്ഞാൽ ആ 10 രൂപയെങ്കിൽ ആ 10 രൂപയിൽ ഈ സമൂഹത്തിനും അവകാശമുണ്ട്. അതുകൊണ്ട് ഈ സമൂഹത്തിലെ കടം വാങ്ങാൻ നിർബന്ധിതനാകുന്നവന് കടം കിട്ടുക എന്ന അവന്റെ മൗലികമായ അവകാശമാണ്. ഷെയ്ഖ് മുഹമ്മദിന്റെ വശം അയാളുടെ മൗലിക ആവശ്യങ്ങൾ കഴിച്ച് 100 രൂപയുണ്ടെങ്കിൽ കടം വാങ്ങാൻ ആശുപത്രി കുട്ടിയെ കൊണ്ടുപോകാത്ത ഒരാളുടെ അവകാശമാണ് ആ കടം അതിൽ നിന്ന് കിട്ടുക പലിശയില്ലാതെ. അഥവാ അതയാളുടെ അവകാശമാണ്. കടം വാങ്ങേണ്ട ആൾക്ക് പലിശയില്ലാതെ കടം കിട്ടുക എന്ന അവകാശമാണ്. കൊടുക്കുക എന്ന് പൈസ ഉള്ളവന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് അതിലൂടെ വരുന്ന നഷ്ടം അയാൾക്ക് നഷ്ടമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട് കത്തിയാളെ രക്ഷിക്കാൻ പോയപ്പോൾ ശരീരം പൊട്ടിയ നഷ്ടമല്ലെങ്കിൽ ഇത് നഷ്ടം. ലാഭനഷ്ടങ്ങളെ കേവലമായ അക്കങ്ങൾ കൊണ്ട് കണക്കാക്കാൻ പാടില്ല. അക്കങ്ങളുടെ ആധിപത്യം പുലർത്തിയ ലോകത്താണ് അക്കങ്ങൾ കൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തുന്നത് എന്ന അത് അവസാനിപ്പിക്കാൻ. ശരി, നിശ്ചയിക്കപ്പെട്ട സമയം അവസാനിപ്പിക്കാൻ എല്ലാവരുടെയും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ മറുപടിക്ക് അവസാന വാക്കാണെന്നൊരു അവകാശവാദമേ എനിക്കില്ല. അതിൽ എന്തെല്ലാം നന്മ നിങ്ങൾക്കുണ്ടോ, ഗുണം കിട്ടിയോ, അത് തീർച്ചയായും ദൈവത്തിന്റെ വരദാനം. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ നൽകിയ മറുപടി എന്തൊക്കെ പോരായ്മകളുണ്ടോ, അപര്യാപ്തതകളുണ്ടോ, നിങ്ങൾക്ക് തൃപ്തി വരാത്ത വശമുണ്ടോ, അത് എന്റെ അറിവിന്റെ പരിമിതിയാണ്, എന്റെ ദൗർബല്യമാണ്, എന്റെ കഴിവുകേട്. ആ എന്റെ കഴിവുകേടിനെ, അറിവിന്റെ പരിമിതിയെ, എന്റെ ദൗർബല്യത്തെ നിങ്ങൾ സദയം ക്ഷമിക്കണമെന്നാണ് എനിക്ക് വളരെ വിനയപൂർവ്വം അവകാശപ്പെടാം. അതേസമയം എന്തെങ്കിലും പ്രയോജനം എന്റെ വാക്കുകളിൽ നിങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ അത് ദൈവത്തിന്റെ വരദാനമായി നിങ്ങൾ ഏറ്റുവാണ്. അത് എന്റെ കഴിവല്ല, നിങ്ങൾക്കുള്ള ദൈവത്തിന്റെ വരദാനം. സൂര്യപ്രകാശം പോലെ, ചന്ദ്രന്റെ പൂനിലാവ് പോലെ, വനമാരുതനെ പോലെ, പ്രഭാതത്തിൽ നമ്മൾ ആസ്വദിക്കുന്ന മഞ്ഞുതുള്ളികൾ പോലെ, വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പം പോലെ, പരിമളം പരത്തുന്ന പൂമ്പാറ്റകളെ പോലെ ഈ മനുഷ്യരാശിക്ക് വേണ്ടി ദൈവത്തിന്റെ വരദാനമാണ് അവന്റെ ജീവിത വ്യവസ്ഥ. അവന്റെ ജീവിത വ്യവസ്ഥ ഈ സദസ്സിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്ന വളരെ മൗലികമായ ഒരു ബാധ്യതയാണ് ഞാനും എന്റെ ആദരണീയനായ സഹോദരൻ നിർവഹിച്ചത്. അതിലപ്പുറം ഒന്നും ഞങ്ങൾക്ക് അവകാശപ്പെടാനില്ല. അത് നിങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും ഒന്നുപോലെ അവകാശപ്പെട്ടതാണ്. തീർച്ചയായും അത് സൂര്യപ്രകാശം പോലെയാണ്, ചന്ദ്രന്റെ ഭൂനാവ് പോലെയാണ്, മരുഭൂമിയിലെ യാത്രക്കാരുടെ തെളിനീര് പോലെയാണ്, വിയർത്തൊലിക്കുന്ന മനുഷ്യൻ ലഭിക്കുന്ന മണമാരുതനെ പോലെയാണ്. അത് തുഷാര ബിന്ദുക്കൾ പോലെ വിശുദ്ധി നിറഞ്ഞതാണ്. തീർച്ചയായും അതിന് അനുയായികളുടെ ബാധ്യതകൾ പറഞ്ഞിരിക്കുന്നു. നിർഭാഗ്യവശാൽ ഈ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന അനുയായികളെ ഒരുപാട് വീഴ്ചകളും പോരായ്മകളും. തീർച്ചയായും അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു എളിയ വ്യക്തി എന്ന നിലയിൽ ഈ സമൂഹത്തിന്റെ ഭാഗത്തുണ്ടാകുന്ന പോരായ്മകളെ ഞാനും ഏറ്റുവാങ്ങേണ്ടത്. ആ ദുഃഖഭാരത്തോടുകൂടി ഞാൻ ഏറ്റുവാങ്ങുന്നതോടൊപ്പം ഞാൻ വളരെ വിനയപൂർവ്വം പറയുന്നു, നമുക്ക് ദൈവം ഒരു ജീവിതം നൽകിയിട്ടുണ്ട്. ഹൃസ്വമായ ജീവിതം, ക്ഷണികമായ ജീവിതം. നമ്മുടെ സുഖങ്ങൾക്ക് പരിമിതികളും. നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപയുണ്ടെങ്കിലും എത്ര കോടി രൂപയുണ്ടെങ്കിലും ഈ ഒരു വയറ് നിറക്കാനേ നിങ്ങൾക്ക് സാധ്യമാവുകയുള്ളൂ. എനിക്ക് 10 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് 10 നേരം ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആശുപത്രിയിൽ അല്ലെങ്കിൽ 6 മണ്ണിന്റെ ചോട്ടിലായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എത്ര ലക്ഷമുണ്ടെങ്കിലും ഒരു ചെറിയ വയറേ നിറക്കാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് എത്ര പാൻസ് ഉണ്ടെങ്കിലും ഒരിക്കലും പാൻസേ ധരിക്കാൻ കഴിയുള്ളൂ. എത്ര സാരി ഉണ്ടെങ്കിലും ഒരിക്കലും സാരിയെ ധരിക്കാൻ കഴിയുള്ളൂ. ഒന്നിലേറെ സാരി ഒരിക്കൽ ധരിച്ചാൽ കുതിരവട്ടത്തിലേ നമ്മൾ എത്തിപ്പെടുക. നിങ്ങളുടെ വീട്ടിൽ 10 മുറികളുണ്ടെങ്കിലും ഒരു രാത്രി നിങ്ങൾക്ക് ഒരു മുറിയിലേ കിടന്നിറങ്ങാൻ കഴിയുള്ളൂ. ഇന്ന് രാത്രി ഞാൻ 3 മുറിയിൽ ഉറങ്ങുമെന്ന് തീരുമാനിച്ചാൽ ഇന്ന് രാത്രി ഉറക്കമില്ലാതെ നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് പരിമിതിയുണ്ട്, ഭൗതിക സുഖങ്ങൾക്ക് പരിമിതിയുണ്ട്. അതിനപ്പുറം നമ്മുടെ ജീവിതത്തെ നമുക്ക് ഉപകരിക്കാം, നമ്മുടെ കുടുംബത്തിന് ഉപകരിക്കാം, സമൂഹത്തിന് ഉപകരിക്കാം, നമ്മുടെ ഈ ഭൂമിയിൽ ഉപകരിക്കാം, മനുഷ്യർ നമുക്ക് ഉപകരിക്കാം. അത്തരത്തിലുള്ള ഒരു മാർഗത്തെക്കുറിച്ചുള്ള നമ്മുടെ അന്വേഷണത്തിന്റെ രാജപാതയിൽ നമ്മുടെ ഈ കഴിഞ്ഞ മണിക്കൂറുകൾ ഫലപ്രദമായി തീരട്ടെ, പ്രയോജനകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്റെയും എന്റെ സഹോദരനെയും വാക്കുകൾ കേട്ട് നിങ്ങളോടുള്ള ഞങ്ങളുടെ കടപ്പാടുകൾ തന്നെ രേഖപ്പെടുത്തുന്നു. നമുക്ക് ഏവർക്കും സർവശക്തനായ ദൈവം, കരുണാമയനായ ഈശ്വരൻ, ദയാമയനായ അല്ലാഹു ഈ ലോകത്തും പരലോകത്തും സർവ്വവിധ സുഖവും രക്ഷയും അനുഗ്രഹം നൽകുമാറാവട്ടെ. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ രക്ഷാസമാധാന പ്രാർത്ഥന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, ഈ പവിത്രമായ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ എൻ്റെ ഒരു സഹോദരൻ ബാലസുബ്രഹ്മണ്യൻ ഒരു കാര്യം എന്നോട് പറയുകയുണ്ടായി. ഇത്തരം പരിപാടികളിൽ നിങ്ങൾ പിന്നെ ചെറുപ്പക്കാരായ യുവാക്കളെയും യുവതികളെയും ഒക്കെ ധാരാളമായിട്ട് പങ്കെടുപ്പിക്കണം.
പരസ്പരമുള്ള ഈ തിരിച്ചറിവിന്റെയും സാഹോദര്യത്തിന്റെയൊക്കെ വർത്തമാനം അവരും അറിയേണ്ടതുണ്ട് എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. തീർച്ചയായും ഞങ്ങൾ ആലോചിക്കേണ്ട വിഷയമാണ്. സാധ്യമാകുന്നത് ചെയ്യുമെന്ന് ഞങ്ങൾ ഉറപ്പു തരികയാണ്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ആളുകളും വിവിധങ്ങളായ പരിപാടികൾ അവർക്കുണ്ട്. അതൊക്കെ മാറ്റിവെച്ചിട്ടാണ് ഇന്ന് ഈ പരിപാടിക്ക് പലരും വന്നിട്ടുള്ളത്. ഞങ്ങളുടെ പ്രവർത്തകരുടെ വളരെ ആത്മാർത്ഥമായ സൗഹൃദ ബന്ധം തന്നെ അത് ഒരിക്കലും ഞങ്ങൾക്ക് അവഗണിക്കാൻ കഴിയുന്നതല്ല എന്ന മനസ്സോട് കൂടിയിട്ടാണ് പലരും വന്നിട്ടുള്ളത്. അവരവരുടെ നാടുകളിൽ അതേപോലെ തന്നെ കുടുംബങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട പല പരിപാടികൾ അതൊക്കെ മാറ്റിവെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എങ്ങനെയാണ് ഇതിന് നന്ദി രേഖപ്പെടുത്തേണ്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഏതായിരുന്നാലും ഈ പരിപാടിയിൽ വന്ന നിങ്ങൾക്കെല്ലാവർക്കും, ഇവിടെ നിങ്ങളോട് സംസാരിച്ച ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, ടി കെ ഫാറൂഖ് സാഹിബ് തുടങ്ങി ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുകയാണ്. ഈ പവിത്രമായ പരിപാടിയെ സംബന്ധിച്ച നമുക്കെല്ലാവർക്കും ദൈവം തമ്പുരാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 1-2 കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കുന്നു. അതിലൊന്ന്, ഒരു ചെറിയ ഗിഫ്റ്റ് ഞങ്ങളുടെ വകയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പോകുന്നതിന്റെ മുമ്പ് അത് വാങ്ങണം. ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് കയ്യിൽ തരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് എല്ലാവരും വാങ്ങിയിട്ടാണ് പോകേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങളാരും സദസ്സിൽ നിന്ന് എഴുന്നേൽക്കരുത്. അത്യാവശ്യമുള്ള ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യമുള്ളവർ എഴുന്നേൽക്കുക. കാരണം ഭക്ഷണം സദസ്സിൽ തന്നെ തരുവാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് പ്രകാരം എല്ലാവരും വാങ്ങി കഴിക്കണം. അത് കഴിച്ച് സഹോദരങ്ങൾ പോകാവോ എന്നുകൂടി ഉണർത്തുന്നു. ഈ പരിപാടിയിൽ വളരെ ശ്രദ്ധയോടുകൂടി സംബന്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.